Hi all, this is Abhay from Propwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Propwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹലോ, ഇന്ന് നമ്മൾ CUET പൊളിറ്റിക്കൽ സയൻസ് 2023 ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാനാണ് പോകുന്നത്. സോ നമുക്ക് ടൈം കളയാതെ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി മീൻസ് നമ്മള് പൊളിറ്റിക്കൽ സയൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് കവർ ചെയ്യേണ്ടതിലുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എവിടെയാണ് വരുന്നത്? ആർട്ടിക്കിൾ 16 തുല്യ അവസരത്തിനെ കുറിച്ച് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും ഓപ്ഷൻസ് നോക്കി നോക്കാം. എവരിബഡി ഈസ് ഈക്വൽ ബിഫോർ ലോ, അതൊരിക്കലും ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് പറയുന്നില്ല, അല്ലെങ്കിൽ ഈക്വാലിറ്റി രണ്ടും വ്യത്യസ്തമായ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. സെക്കൻഡ്, ആൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ബിക്കം അൺഈക്വൽ, എന്തായാലും അല്ല. തേർഡ്, എവരിബഡി ഹാസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, അത് തന്നെയാണ് നമ്മുടെ ഉത്തരം. നമുക്കൊരു ബേസിക്കലി ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാം നമുക്ക് അറിയില്ലെങ്കിൽ പോലും നമുക്കൊരു കോമൺ സെൻസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉത്തരമാണ് ഇത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഓക്കെ, given below are two statements. One is labeled as assertion and the other is labeled as reason. സോ ബേസിക്കലി ഈ അസേർഷൻ ആൻഡ് റീസൺ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മുടെ ഒരു കോൺസെപ്റ്റുവൽ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കാനാണ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു കോൺസെപ്റ്റ് എത്രത്തോളം നമുക്ക് അറിയാന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മൾ വായിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് ആ സമയത്ത് ഇതുപോലെ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉത്തരം തന്നെയാണ്. നമുക്ക് എന്തായാലും സ്റ്റേറ്റ്മെന്റ് നോക്കാം. അസേർഷൻ അഥവാ ഗാന്ധി സപ്പോർട്ടഡ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ എ ബെറ്റർ അഡ്മിനിസ്ട്രേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഗാന്ധി എപ്പോഴും പഞ്ചായത്ത് രാജിനും അല്ലെങ്കിൽ വില്ലേജസിനും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇന്ത്യയുടെ ഭാവി ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ്. സോ എന്തായാലും സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്ന് നമുക്കറിയാം. സോ രണ്ടാമത്തെ റീസൺ ആർ അംബേദ്കർ കണ്ടം ദ പഞ്ചായത്ത് ആസ് എ റിപ്രസീവ് ആൻഡ് ഒപ്രസീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതും ശരി തന്നെയാണ്. അംബേദ്കർ പഞ്ചായത്തിനെ ഭയങ്കര റിപ്രസീവ് ആയിട്ട് അല്ലെങ്കിൽ ഒപ്രസീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് കണ്ടിരുന്നു. ഇപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി അടുത്ത കാര്യം എന്താണ്? ഇതിന്റെ അസേർഷന്റെ റീസൺ ആണോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന കാര്യമാണ്. നോക്കി നോക്കാം. ഗാന്ധി പഞ്ചായത്ത് രാജിനെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടല്ല അംബേദ്കർ പഞ്ചായത്തിനെ റിപ്രസീവ് അല്ലെങ്കിൽ ഒപ്രസീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയി കണ്ടിരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ 2 ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ്, ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് വൈ. അതാണ് നമ്മുടെ ഉത്തരം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ബൈ മഹാത്മാഗാന്ധി ഓൺ സിവിലൈസേഷൻ ഇൻ റൈറ്റ് ഓർഡർ. നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും കൺഫ്യൂസിങ് ആവും. എങ്ങനെയാണ് ഇതുപോലത്തെ സ്റ്റേറ്റ്മെന്റ് റീ ഓർഡർ ചെയ്യേണ്ടത്? ഒന്ന് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ടൈമിന്റെ വെച്ചിട്ടാണോ അല്ലെങ്കിൽ ലോജിക്ക് വെച്ചിട്ടാണോ? സോ മിക്കപ്പോഴും ഇത് ലോജിക്ക് വെച്ചിട്ട് സോൾവ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ 4 സ്റ്റേറ്റ്മെന്റും. സോ നമുക്ക് 4 സ്റ്റേറ്റ്മെന്റും വായിച്ചു നോക്കാം. എ, ദി സിവിലൈസേഷൻ ടേക്സ് നോട്ട് നെയ്തർ ഓഫ് മൊറാലിറ്റി നോർ റിലീജിയൻ. ബി, civilization is not an incurable disease. C, the people of Europe today live in better built house than they did 100 years ago. This is considered emblem of civilization. D, this civilization is such that one has only to be patient and it will be destroyed. സോ നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഓപ്ഷൻ എ ഒരു ഭയങ്കര ക്രിറ്റിസിസം അല്ലെങ്കിൽ സിവിലൈസേഷന്റെ ഭയങ്കര ക്രിറ്റിസിസം ആയിട്ടാണ് ആക്കുന്നത്. സോ ഓപ്ഷൻ എ ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. ദിസ് സിവിലൈസേഷൻ ടേക്സ് നോട്ട് നെയ്തർ ഓഫ് എ മൊറാലിറ്റി നോർ റിലീജിയൻ. സോ അതിനുശേഷം ഓപ്ഷൻ ബി കുറച്ചും കൂടി ഒരു ഹോപ്പ്ഫുൾ അല്ലെങ്കിൽ അതിനുശേഷം കുറച്ചും കൂടി ഒരു കണക്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ സിവിലൈസേഷൻ ഈസ് നോട്ട് ആൻ ഇൻക്യൂറബിൾ ഡിസീസ്. പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചും കൂടി കണക്റ്റഡ് ആയി അല്ലെങ്കിൽ പിന്നെ ഒരു കറന്റ് സിറ്റുവേഷനെ കുറിച്ച് പറയുന്നത് ദ പീപ്പിൾ ഓഫ് യൂറോപ്പ് ടുഡേ ലിവ് ഇൻ ബെറ്റർ ബിൽഡ് ഹൗസ് ദാൻ ദേ ഡിഡ് 100 years ago. ദിസ് ഈസ് കൺസിഡർഡ് ആൻ എംബ്ലം ഓഫ് സിവിലൈസേഷൻ. അതിനുശേഷം വരുന്ന ഇത് കണ്ടിന്യൂസ് ആയി വരുമ്പോൾ സോ ഈ എ ബി സി ഡി ഈ ഒരു ഓർഡർ തന്നെയാണ് ഈ സ്റ്റേറ്റ്മെന്റിനെ റീ ഓർഡർ ചെയ്യേണ്ടത് എന്ന് ആണ്
എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. പക്ഷേ ആൻസറിലില്ല. സോ ചില സമയത്ത് ക്വസ്റ്റ്യൻസ് റോങ് ആയിട്ടും വരാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ചാലഞ്ചിങ് കൊടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഓക്കെ, അടുത്തയും പിന്നെയും സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. നമുക്ക് നോക്കി നോക്കാം എന്തായാലും. ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് 1, popular democracy is a form of indirect democracy. Statement 2, it presupposes factional or sectional division. In the light of above statement, choose the correct answer from the options. നമുക്ക് നോക്കി നോക്കാം. ഇതില് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഫാൾസ്. ആണോ? നമുക്ക് നോക്കി ഇതില് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പോപ്പുലർ ഡെമോക്രസി ഈസ് എ ഫോം ഓഫ് ഇൻഡയറക്റ്റ് ഡെമോക്രസി. ശരിയാണോ? ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ല, പോപ്പുലർ ഡെമോക്രസി ഒരിക്കലും ഇൻഡയറക്റ്റ് അല്ല, ഡയറക്റ്റ് ഡെമോക്രസിയാണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? ഫോൾസ് ആണ്. ഇനി നോക്കിയോ സ്റ്റേറ്റ്മെന്റ് 2 നോക്കി നോക്കാം. ഇറ്റ് പ്രീസപ്പോസസ് ഫാക്ഷണൽ ഓർ സെക്ഷണൽ ഡിവിഷൻ. അല്ല, അതും റോങ് തന്നെയാണ്. സോ നമ്മുടെ ഉത്തരം എന്ന് വെച്ചാൽ ഓപ്ഷൻ 2 ആണ്. സോ എന്തായാലും രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റ് തന്നെയാണ്. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഫാൾസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഇൻ ദ ഹിസ്റ്ററി ഓഫ് പാർലമെന്റ് ഓഫ് ഇന്ത്യ, ഹൗ മെനി ടൈംസ് ദ പാർലമെന്ററി പ്രൊസീഡിങ്സ് വേർ സെൻസ്യൂർഡ്? സോ പാർലമെന്റ് സെക്ഷനിൽ നമുക്കൊരു മിനിസ്റ്ററിനോ അല്ലെങ്കിൽ പാർലമെന്റ് ഗവൺമെന്റിനെ നമുക്ക് വിമർശിച്ചാൽ നമുക്ക് ഡിസപ്പോയിന്റഡ് ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഒരു മൂവ്മെന്റ് നടത്താം. ഇതൊരിക്കലും അവിശ്വാസ പ്രമേയമല്ല, രണ്ടും വ്യത്യാസമുണ്ട്. സോ സെൻഷർ അവിശ്വാസ പ്രമേയം രണ്ടും വ്യത്യാസമുണ്ട്. അപ്പം നമുക്ക് ഓപ്ഷൻസ് നോക്കി നോക്കാം. നെവർ, വൺസ്, ട്വൈസ്, ത്രൈസ്. ഇതുവരെ ഫുള്ളി ഒരു പാർലമെന്റ് പ്രൊസീഡിങ്സും സെൻഷർ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ആൻസർ എന്ന് വെച്ചാൽ നെവർ ആണ്, അതായത് 0 ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കി നോക്കാം. മാച്ച് ദ ഫോളോയിങ്. ഫിലോസഫേഴ്സ് ആൻഡ് അവരുടെ സെൻട്രൽ ഐഡിയാസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ മാക്യുവലിന്റെ എന്താണ് ഇത് നമുക്ക് നോക്കി നോക്കാം. സെൽഫ് പ്രിസർവേഷൻ ആണോ? ജനറൽ വിൽ, സേസ് ദ അബ്സല്യൂട്ട് അതോറിറ്റി, ലിമിറ്റഡ് ഗവൺമെന്റ്. സോ നമുക്ക് എപ്പോഴും മനസ്സിലാവും മാക്യുവലിന്റെ സെൻട്രൽ ഐഡിയ എന്ന് വെച്ചാൽ സേസ് ദ അബ്സല്യൂട്ട് അതോറിറ്റി ആണ്. ആൻഡ് സെക്കൻഡ് എന്താണ്? ഹോബ്സിന്റെ എന്താണ്? ഹോബ്സിന്റെ സെൽഫ് പ്രിസർവേഷൻ ആണ്. അപ്പം നമുക്ക് നോക്കി നോക്കാം. അടുത്ത ലോക്കിന്റെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ലിമിറ്റഡ് ഗവൺമെന്റ്. റൂസോ, ജനറൽ വിൽ. ഓപ്ഷൻ 1 ആണ് നമ്മുടെ ഉത്തരം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഹു സെയ്ഡ് ദ ഫോളോയിങ്? ക്യാൻ യു ഹാവ് എക്കണോമിക് റിഫോം വിത്തൗട്ട് ഫസ്റ്റ് ബ്രിങ്ങിങ് അബൌട്ട് എ റിഫോം ഓഫ് സോഷ്യൽ ഓർഡർ? വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അംബേദ്കർ ആണ് ചോദിച്ചത്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് എപ്പോഴും ഒരു എക്കണോമിക് റിഫോം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫ്രീഡം, നിങ്ങൾക്ക് ഒരു സോഷ്യൽ ഓർഡർ അല്ലെങ്കിൽ സോഷ്യൽ ഫ്രീഡം കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കിട്ടുമോ എന്ന് അംബേദ്കർ എപ്പോഴും ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്. സോ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ 1 BR അംബേദ്കർ ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്. 1 ഈസ് ലേബിൾഡ് ആസ് അസേഷൻ ആൻഡ് ദ അതർ 1 ഈസ് ലേബിൾഡ് ആസ് റീസൺ. പിന്നെയും അസേഷൻ ആൻഡ് റീസൺ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കി നോക്കാം എന്തായാലും. അസേഷൻ: G. Sartori has presented a comprehensive analysis of multi-party system. ജി സാർട്ടോറി എപ്പോഴും പുള്ളിയുടെ ഐഡിയോളജി അല്ലെങ്കിൽ പുള്ളിയുടെ വർക്കൊക്കെ മൾട്ടി പാർട്ടി സിസ്റ്റത്തിനെ കുറിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് തന്നെയാണ്. 6 റീസൺ നോക്കി നോക്കാം. സാർട്ടോറി ക്ലാസിഫൈഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ 4 ടൈപ്സ്: ഫോക്കസ്, ബ്രാഞ്ച്, സെൽ ആൻഡ് മിൽട്ടിയ. സോ പൊളിറ്റിക്കൽ പാർട്ടിന്റെ ഈ 4 ഡിവിഷൻസും കറക്റ്റ് തന്നെയാണ്. പക്ഷെ ഇത് സാർട്ടോറി ആണോ ചെയ്തത് എന്ന് ചോദിച്ചാൽ അല്ല. മൗറിഷ് ഡെവേജർ എന്ന് പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ആണ് ഈ 4 ഡിവിഷൻ ആക്കിയത്. സോ റീസൺ തെറ്റാണ്. സോ നമുക്ക് ഓപ്ഷൻസ് തന്നെ ഉണ്ടാവും. എ ഈസ് കറക്റ്റ് ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ്. അതാണ് നമ്മുടെ ഉത്തരം, ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റേറിയനിസം? എന്താണ് യൂട്ടിലിറ്റേറിയനിസം എന്ന് വെച്ചാൽ
സോ നമുക്ക് എന്തായാലും അറിയാവുന്ന ഒരു കാര്യമാണ് യൂട്ടിലിറ്റേറിയൻ എന്ന് വെച്ചാൽ ഒരു സമൂഹത്തിന്റെ ഏറ്റവും കൂടുതൽ മാക്സിമം അല്ലെങ്കിൽ അവരുടെ പ്ലഷർ ഏറ്റവും നല്ല കാര്യത്തിന് വേണ്ടി ആക്കുന്നു. അതേസമയം അൺഹാപ്പിനെസിനെ കുറിച്ച് ഫോക്കസ് ചെയ്യാത്തയും ഒരു ചിന്തയാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. സോ ഓപ്ഷൻസിൽ തന്നെ നമുക്ക് ഓപ്ഷൻ 1 ഗ്രേറ്റസ്റ്റ് ഗുഡ് ഓഫ് ഗ്രേറ്റസ്റ്റ് നമ്പർ. ഒരു സമൂഹത്തിൽ ഏറ്റവും നമ്പർ അല്ല ഏറ്റവും അധികം ആൾക്കാർക്ക് ഏറ്റവും നല്ലതിന് വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയോളജി അങ്ങനെ പ്രിൻസിപ്പിൾ എന്ന് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. സോ ഓപ്ഷൻ 1 തന്നെയാണ്. നമുക്ക് ബാക്കി ഓപ്ഷൻസ് കൂടെ നോക്കി നോക്കാം. ഗവൺമെന്റ് ഈസ് നെസറി എബിൾ, ഒരിക്കലും അല്ല. സ്റ്റേറ്റ് ഈസ് എ നാച്ചുറൽ നെസസിറ്റി അല്ല. മാക്സിമം ഹാപ്പിനെസ് ഓഫ് എ മാക്സിമം നമ്പർ. സോ ആ ഒരു ഓപ്ഷൻ വരുന്നത് കുറച്ച് നമുക്കൊരു ഡൗട്ട് തോന്നും. എന്നാലും ഓപ്ഷൻ 1 ആണ് ഗ്രേറ്റസ്റ്റ് ഗുഡ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ആണ് നമ്മുടെ ഉത്തരം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ദാറ്റ് എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ദ എൻഡ് ഓഫ് എമർജൻസി ലെഡ് ടു ഡിക്ലൈൻ of the Election Commission of India. Second, in the 1990s, the commission faced regulatory activism. The assertiveness of Election Commission was largely due to an alert media and strong opposition. Even the Chief Election Commissioner, T.N. Seshan, contributed to protecting the sanctity of democratic elections. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ദ ഗിവൺ ബിലോ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 1990s ഒരുപാട് റെഗുലേറ്ററി അല്ലെങ്കിൽ നിയമത്തിൽ കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. സോ ഓപ്ഷൻ ബി ശരിയാണ്. ഓപ്ഷൻ സി എന്ന് വെച്ചാൽ മീഡിയയും സ്ട്രോങ് ഓപ്പോസിഷനും കാരണം ഇലക്ഷൻ കമ്മീഷൻ എപ്പോഴും നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റി, അല്ലെങ്കിൽ അവരുടെ കൂടി പ്രഷർ കാരണം ഇലക്ഷൻ കമ്മീഷൻ ഒരു ഫെയർ രീതിയിൽ കൊണ്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് മൂന്നാമത്തത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ T.N. Seshan കോൺട്രിബ്യൂട്ടഡ് ടു പ്രൊട്ടക്ടിങ് ദ സാങ്ക്ടിറ്റി ഓഫ് ഡെമോക്രാറ്റിക് ഇലക്ഷൻ. ഒബ്വിയസ്ലി നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ പക്ഷെ ഇതിനകത്ത് യോജ്യമില്ലാത്ത വെച്ചാൽ എൻഡ് ഓഫ് എമർജൻസി ലെഡ് ടു ഡിക്ലൈൻ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ. എമർജൻസി പീരീഡിന്റെ എൻഡ് ആയി എന്ന് കരുതിയിട്ട് ഒരിക്കലും അത് ഇലക്ഷൻ കമ്മീഷന്റെ ഡിക്ലൈന് സംഭവിച്ചിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ BCD ആൻസർ ഓപ്ഷൻ 2. ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ദാറ്റ് എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ദ എൻഡ് ഓഫ് എമർജൻസി ലെഡ് ടു ഡിക്ലൈൻ ഓഫ് ദ എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. സെക്കൻഡ്, ഇൻ ദ 1990s ദ കമ്മീഷൻ ഫേസ്ഡ് റെഗുലേറ്ററി ആക്ടിവിസം. The assertiveness of Election Commission was largely due to an alert media and strong opposition. Even the Chief Election Commissioner T.N. Seshan contributed to protecting the sanctity of democratic elections. Choose the most appropriate answer from the given below. Okay. 1990s ഒരുപാട് റെഗുലേറ്ററി അല്ലെങ്കിൽ നിയമത്തിൽ കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. സോ ഓപ്ഷൻ ബി ശരിയാണ്. ഓപ്ഷൻ സി എന്ന് വെച്ചാൽ മീഡിയയും സ്ട്രോങ് ഓപ്പോസിഷനും കാരണം ഇലക്ഷൻ കമ്മീഷൻ എപ്പോഴും നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റി, അല്ലെങ്കിൽ അവരുടെ കൂടി പ്രഷർ കാരണം ഇലക്ഷൻ കമ്മീഷൻ ഒരു ഫെയർ രീതിയിൽ കൊണ്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് മൂന്നാമത്തത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ T.N. Seshan കോൺട്രിബ്യൂട്ടഡ് ടു പ്രൊട്ടക്ടിങ് ദ സാങ്ക്ടിറ്റി ഓഫ് ഡെമോക്രാറ്റിക് ഇലക്ഷൻ. ഒബ്വിയസ്ലി നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ പക്ഷെ ഇതിനകത്ത് യോജ്യമില്ലാത്ത വെച്ചാൽ എൻഡ് ഓഫ് എമർജൻസി ലെഡ് ടു ഡിക്ലൈൻ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ. എമർജൻസി പീരീഡിന്റെ എൻഡ് ആയി എന്ന് കരുതിയിട്ട് ഒരിക്കലും അത് ഇലക്ഷൻ കമ്മീഷന്റെ ഡിക്ലൈന് സംഭവിച്ചിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ BCD ആൻസർ ഓപ്ഷൻ 2. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഓക്കെ, പിന്നെയും സ്റ്റേറ്റ്മെന്റ്. Given below are 2 statements. Statement 1. During the first wave of democracy, 1828 to 1926, nearly 30 countries, including Germany, established democratic institutions. Okay, statement 2. The first wave of democracy was partially reversed, that is reverse wave, between 1922 to 1942 in Germany and Italy.
സോ നമുക്ക് നമുക്ക് പഠിക്കാൻ ഫസ്റ്റ് വേവ്, പിന്നെ റിവേഴ്സ് വേവ്, സെക്കൻഡ് വേവ് ഓഫ് ഡെമോക്രസി. സോ ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് തന്നെയാണ്. ഡ്യൂറിങ് ദ ഫസ്റ്റ് വേവ് 30ഓളം രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്ക, വെസ്റ്റേൺ യൂറോപ്പ്, അങ്ങനെ ഒരുപാട് ഇവിടെ നിന്നൊക്കെയുള്ള ഒരുപാട് രാജ്യങ്ങൾ ഫസ്റ്റ് വേവ് ഓഫ് ഡെമോക്രസിയിൽ പാർട്ടായിരുന്നു. സോ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 ഫസ്റ്റ് വേവ് ഓഫ് ഡെമോക്രസി പാർഷ്യലി റിവേഴ്സ് എന്ന് വെച്ചാൽ ഈ വന്ന ഡെമോക്രസി പിന്നെയും ഡിക്റ്റേറ്റർഷിപ്പ് അല്ലെങ്കിൽ അതോറിറ്റേറിയൻ പല ഇതിലേക്ക് പോയിരുന്നു. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു ജർമ്മനി നാസികളുടെ അടുത്തേക്ക് പോയി ഒരു 1930s സമയത്ത്. അതേപോലെ തന്നെ ഇറ്റലിയും മുസോളിനിന്റെ ഭരണത്തിലേക്ക് പോയിരുന്നു. സോ 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ 1 ആണ് നമ്മുടെ ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് അബൌട്ട് ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ്? സോ ഓപ്ഷൻ എ, the governor holds office during pleasure of the president. Option B, the minimum age of getting appointed as a governor is 30 years. Option C, the president conducts the oath of the governor. Okay, the governor has the power to grant pardons and to suspend, remit or commute sentences in certain cases. Okay. The 7th Constitutional Amendment Act mandates both the state to share the emoluments and allowance of the governor in case of same person is appointed as a governor of 2 states. So നമുക്ക് ചോദ്യം ഇതാണ്, ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? പ്രസിഡന്റ് ഭരണ സമയത്ത് പ്രസിഡന്റിനെ അല്ലെങ്കിൽ സ്റ്റേറ്റിനെ എടുത്തു കളയുന്ന സമയത്ത് ഗവർണറാണ് ഭരിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ നോക്കുന്നുള്ള. സോ ഗവർണറിനെയാണ്, അത് ശരി തന്നെ ഉത്തരമാണ്. പിന്നെ സെക്കൻഡ് എന്താണ്? ഗവർണറുടെ മിനിമം ഏജ് ക്രൈറ്റീരിയ 30 ആണോ? അല്ല, ഗവർണറുടെ മിനിമം ഏജ് ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ 35 വയസ്സാണ്. സോ ഓപ്ഷൻ 2 ബി തെറ്റാണ്. ദ പ്രസിഡന്റ് കണ്ടക്ട്സ് ഓത്ത് ഓഫ് ദി ഗവർണർ ആണോ? പ്രസിഡന്റ് എല്ലാ സംസ്ഥാനത്തും വന്ന് ഗവർണർമാരെ സത്യപ്രതിജ്ഞ പറഞ്ഞു കൊടുക്കാറാണോ പതിവ്? അല്ല, ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസുമാരാണ് ഗവർണർക്ക് ഓത്ത് പറഞ്ഞു കൊടുക്കുന്നത്. സോ ഇപ്പൊ തന്നെ നമുക്ക് ഏകദേശം നോക്കിയാൽ മനസ്സിലാവും, ഓപ്ഷൻ എ കറക്റ്റ് ആണ്. പിന്നെ ഉള്ളത് ബിയും സിയും തെറ്റായി പോയി. നോക്കി നോക്കാം. ഗവർണർ ഹാസ് ദ പവർ. ഓക്കെ, ഗവർണറിന് ചില കാര്യങ്ങൾക്ക് പാർഡൺ കൊടുക്കാനും സസ്പെൻഡ് ചെയ്യാനും ഇങ്ങനെയുള്ള സർട്ടൻ കേസസിന്റെ കൊടുക്കാനുള്ള അധികാരമുണ്ട്. ഐ തിങ്ക് ആർട്ടിക്കിൾ 162 ആണെന്ന് തോന്നുന്നു. ഓക്കെ, സോ വെയിറ്റ് ഒന്ന് നോക്കട്ടെ. ആർട്ടിക്കിൾ 162, 161 എങ്ങാനാണ്. എന്തായാലും ശരിയായ ഉത്തരം തന്നെയാണ്. ഇനി അടുത്ത് ഈ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗവർണർ 2 സംസ്ഥാനങ്ങളെ നോക്കുന്ന സമയത്ത് സ്റ്റേറ്റിന് 2 സ്റ്റേറ്റിനും ഗവർണർക്ക് അലവൻസ് കൊടുക്കാനുള്ള അലവൻസ് കൊടുക്കണം, അലവൻസിന് ശമ്പളം കൊടുക്കണം എന്ന് പറഞ്ഞു. അതും ശരി തന്നെയാണ്. സോ എ ഡി ഓപ്ഷൻ 4 ആണ് നമ്മുടെ ഉത്തരം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഓക്കെ, the term of Lok Sabha was extended to 6 years by which of the following amendment? കുറച്ച് കൺഫ്യൂസിംഗ് ആയുള്ള കാര്യമാണ്, പക്ഷേ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയ ആൾക്കാർക്ക് മനസ്സിലാവും. കൂടുതലും അല്ലെങ്കിൽ 42nd അമെന്റ്മെന്റ് അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 1976 പാസ്സാക്കിയ അമെന്റ്മെന്റിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ആ ഒരു ലോജിക്കോടെ നമുക്ക് ഇത് ഉത്തരം പറയാൻ പറ്റില്ല, പക്ഷേ ആൻസർ 42nd അമെന്റ്മെന്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് നോക്കാം ബാക്കിയുള്ള അമെന്റ്മെന്റ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. 41st അമെന്റ്മെന്റ് എന്ന് വെച്ചാൽ ഇറ്റ് ചേഞ്ച് ഏജ് ഓഫ് റിട്ടയർമെന്റ് ഓഫ് ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഫ്രം 60 to 62 years. അതാണ് 41st അമെന്റ്മെന്റ്. ചെറിയ അമെന്റ്മെന്റ് ആണ്. 42nd ഞാൻ പറഞ്ഞു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. വേറൊരു കാര്യം കൂടിയുണ്ട്, സോവറിൻ റിപ്പബ്ലിക്, നമ്മുടെ പ്രിയാമ്പിളിൽ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് നിന്ന് സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക്
റിപ്പബ്ലിക് എന്ന് മാറ്റി എഴുതിയതും ഈ 42nd അമെന്റ്മെന്റിൽ തന്നെയാണ്. ഇനി 43rd അമെന്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? അത് ജനതാ ഗവൺമെന്റിന്റെ സമയത്തായിരുന്നു. 42nd അമെന്റ്മെന്റ് ചെറിയ കുറച്ച് പ്രശ്നങ്ങളെ നള്ളിഫൈ ചെയ്യുക അല്ലെങ്കിൽ ശരിയാക്കാൻ വേണ്ടി 43rd. 44th ഏത് ഇയർ ആണ്? 44th 1978 44th അമെന്റ്മെന്റും അതും 42nd അമെന്റ്മെന്റ് ചെറിയ മാറ്റങ്ങൾ അപാകതകൾ മാറ്റാൻ വേണ്ടിയിട്ട് തന്നെയാണ് 44th അമെന്റ്മെന്റും മാറ്റിയിരിക്കുന്നത്. സോ ഇതിൽ ഏറ്റവും കൂടുതൽ അമെന്റ്മെന്റ്സ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ സംഭവിച്ചത് 42nd അമെന്റ്മെന്റ്. അതുകൊണ്ട് തന്നെയാണ് ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് 42nd അമെന്റ്മെന്റിനെ കുറിച്ച് നമ്മൾ വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, തോമസ് ഹോബ്സ് ഡിഫൈൻ സോവറിറ്റി ആസ്. ഗുഡ് ക്വസ്റ്റ്യൻ. നമുക്ക് ഹോബ്സിന്റെയും വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. സോ ഓപ്ഷൻസ് നോക്കിയോ. ദ പവർ ഓഫ് ദ പീപ്പിൾ ടു ക്വസ്റ്റ്യൻ ദ കിങ്. സെക്കൻഡ്, ദ റൈറ്റ് ഓഫ് ദ സിറ്റിസൺസ് ടു എലക്ട് ഗവൺമെന്റ്സ്. തേർഡ്, ദ മൊണോപോളി ഓഫ് coercive പവർ ഓഫ് സിംഗുലർ റൂളർ. ഫോർത്ത്, ദ ഡ്യൂട്ടി ഓഫ് റൂളർ ടു സെർവ് പീപ്പിൾ. സോ ഓപ്ഷൻ 1, 2, 4 ഈ 4 കാര്യങ്ങളും ഒരു ഡെമോക്രാറ്റിക് ഇതാണ്. നമ്മുടെ തോമസ് ഹോബ്സിന്റെ പറഞ്ഞിരിക്കുന്നത് ഒരു സോഷ്യൽ കോൺട്രാക്റ്റിൽ എല്ലാവരും വന്ന് അവിടെ ഒരു ഡെമോക്രാറ്റിനെ കുറിച്ച് പറയുന്നില്ല, മൊണോപോളി തന്നെയാണ് പറഞ്ഞത്. മൊണോപോളി ഓഫ് കോവേഴ്സീവ് പവർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഓപ്ഷൻ 3 ആണ് നമ്മുടെ ഉത്തരം. നമുക്ക് അടുത്ത് നോക്കി നോക്കാം. ഓക്കെ, ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്. പിന്നെയും സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്തായാലും നോക്കി നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1, പ്ലേറ്റോ സ്റ്റേറ്റഡ് ദാറ്റ് state comes into existence originating in the bare needs of the life and continuing in the existence for the sake of good life. Okay. Statement 2, Machiavelli in The Prince considered that the power which has the authority over men is the state. Okay, in the light of above statement, choose the most appropriate answer. Okay, ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഹ്യൂമൻ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ഗുഡ് ലൈഫിനെ കുറിച്ചും അത് സ്റ്റേറ്റിനെ കണക്ട് ആക്കി പറഞ്ഞിരിക്കുന്നു. സോ നമുക്ക് ഇപ്പം വായിച്ചിരിക്കുന്ന പറഞ്ഞ അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ അങ്ങനെ വായിച്ചു വരുന്ന സമയത്ത് മനസ്സിലാവും പ്ലേറ്റോനെക്കാളും കൂടുതൽ അനുയോജ്യമായി അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്ന അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടലിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് വെച്ചാൽ. ഈ സ്റ്റേറ്റ്മെന്റ് 2 നോക്കി നോക്കാം. മാക്കിവെല്ലി ഇൻ ദ പ്രിൻസ് കൺസിഡർ പവർ ഓഫ് വിച്ച്. ഓക്കെ, സ്റ്റേറ്റിന്റെ അതോറിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് പവറിനെ അതോറിറ്റി ഓവർ മെൻ എന്ന് പറഞ്ഞിരിക്കുന്നത് മാക്കിവെല്ലി തന്നെയാണ്. അദ്ദേഹത്തിന്റെ പ്രിൻസ് എന്ന ബുക്കിലാണ് പറഞ്ഞിരിക്കുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് 1 ശരി അല്ല, സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 എന്ന് വെച്ചാൽ പക്ഷെ കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ 4 സ്റ്റേറ്റ്മെന്റ് 4 തന്നെയാണ്. ഓക്കെ, അതെ, ഓപ്ഷൻ 4 തന്നെയാണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. അത് തന്നെയാണ് നമ്മുടെ ഉത്തരം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഒഫീഷ്യൽ ആക്ട് ഓഫ് പബ്ലിക് പോളിസി? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബാക്കിയെല്ലാം നമുക്ക് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഭാഗമാണ്. അതായത് ജുഡീഷ്യറി, അഡ്മിനിസ്ട്രേറ്റീവ്, എക്സിക്യൂട്ടീവ്, ഇവരൊക്കെ പബ്ലിക് പോളിസി ഡയറക്റ്റ് ആക്കുന്നു. പക്ഷെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആവുന്നില്ല. അവർ ഇലക്ഷനിൽ കണ്ടസ്റ്റ് ചെയ്ത ഒരു ഗവൺമെന്റ് അങ്ങനെയാണ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒരിക്കലും വരുന്നില്ല. സോ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. പൊളിറ്റിക്കൽ പാർട്ടീസ് ഈസ് നോട്ട് ആൻ ഒഫീഷ്യൽ ആക്ട് ഓഫ് പബ്ലിക് പോളിസി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ അക്കോർഡിംഗ് ദ ഇയർ ഓഫ് ജോയിനിങ് ദ യൂറോപ്യൻ കൗൺസിൽ ഓർ യൂറോപ്യൻ യൂണിയൻ. ഓക്കെ, യൂറോപ്യൻ കൗൺസിലിൽ ജോയിൻ ചെയ്ത വർഷം അനുസരിച്ചിട്ട് ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. സ്പെയിൻ 1986, ഗ്രീസാണ് 1981, ആൻഡ് ക്രൊയേഷ്യ 2013 ആൻഡ് ബൾഗേറിയ 2007. സോ ഓപ്ഷൻ BADC ആണ് ഈ കറക്റ്റ് ആൻസർ. ആൻഡ് ഇവിടെ ഇല്ല. സോ പിന്നെയും ഇവിടെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ തന്നിരിക്കുന്ന ഇതാണ്. നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്തായാലും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ദ ജഡ്ജസ് ഓഫ് ദ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആർ എലക്റ്റഡ് ബൈ. ഓക്കെ, എങ്ങനെയാണ് ഇന്റർനാഷണൽ കോർട്ടിലെ ജഡ്ജസിനെ എലക്ട് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ജനറൽ അസംബ്ലി ആവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് സെക്യൂരിറ്റി കൗൺസിൽ. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു ചെറിയ കൺഫ്യൂഷൻ. എവിടെ നിന്നാണ് ജനറൽ അസംബ്ലി ആണോ അല്ലെ സെക്യൂരിറ്റി കൗൺസിൽ ആണോ?
പക്ഷേ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും മനസ്സിലാവും ഓപ്ഷൻ 3 ആണ്. ജനറൽ അസംബ്ലി ആൻഡ് സെക്യൂരിറ്റി കൗൺസിലാണ് ഇന്റർനാഷണൽ കോർട്ടിൽ ജസ്റ്റിസുകളെ തെരഞ്ഞെടുക്കുന്നത്. സോ ഓപ്ഷൻ 3. ഓക്കെ. പിന്നെയും സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കി നോക്കാം. Given below are two statements. One is labeled as assertion and the other is labeled as reason. Assertion and reason. Okay. Assertion. According to Plato, the state is individual writ large. Reason are the virtues found in an individual are found in large form in the state. സോ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് തന്നെയാണ്. പ്ലേറ്റോന്റെ ഇതിൽ സ്റ്റേറ്റ് ഈസ് ഇൻഡിവിജ്വൽ റിറ്റ് ലാർജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരെ മറിച്ച് വിർച്യൂസ് ഫൗണ്ട് ഇൻ എ ഇൻഡിവിജ്വൽ ആർ ഫൗണ്ട് ഇൻ ലാർജ് ഫോം ഇൻ ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു. സോ രണ്ടു കാര്യം കറക്റ്റ് ആണ്. ഇനി ഇതിന്റെ റീസൺ ആണോ? അക്കോർഡിംഗ് ടു പ്ലേറ്റോ അതെ, പ്ലേറ്റോ സ്റ്റേറ്റ് ഈസ് എൻ ഇൻഡിവിജ്വൽ ലാർജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് റീസൺ ആയിട്ടാണ് രണ്ടാമത്തെ പറഞ്ഞത്. സോ ഓപ്ഷൻ 1 തന്നെയാണ്. ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ശരി തന്നെയാണ്. നമുക്ക് അടുത്ത നോക്കാം. 45. വിച്ച് അമംഗ് ദ ഫോളോയിങ് ബുക്ക് ഈസ് മാക്യുവലി. നമുക്ക് എല്ലാവർക്കും അറിയാം മാക്യുവലി എഴുതിയിരിക്കുന്ന പുസ്തകം ഡിസ്കോഴ്സ് ആണ്. പക്ഷെ ഇവിടെ 3 ഡിസ്കോഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് മാക്യുവലിന്റെ ഡിസ്കോഴ്സ് എന്ന കാര്യമാണ്. നമ്മൾ നോക്കാം. ഡിസ്കോഴ്സ് അവിടെ നിൽക്കട്ടെ. സെക്കൻഡ്, ഡിസ്കോഴ്സ് ഓൺ സയൻസ് ആൻഡ് ആർട്സ്. ഡിസ്കോഴ്സ് ഓൺ സയൻസ് ആൻഡ് ആർട്സ് റൂസോന്റെ പുസ്തകമാണ്. സോ അവിടെ നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. റൂസോ, പക്ഷെ ഡിസ്കോഴ്സ് ഓൺ ദ സയൻസ് ആൻഡ് ആർട്സ് റൂസോ ആണ്. സോ അതെന്തായാലും അല്ല. ഇനി മൂന്നാമത്തെ എന്താണ്? ഡിസ്കോഴ്സ് ഓൺ ദ ഒറിജിൻ ആൻഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ഇനീക്വാലിറ്റി എമംഗ് മെൻ. അത് റൂസോ എഴുതിയ പുസ്തകം തന്നെയാണ്. സോ പിന്നെയും നമുക്കൊരു കൺഫ്യൂഷൻ ആണ്. ഞാൻ അടുത്ത് നോക്കി ലെറ്റർ കൺസേണിങ് ദ ടോളറേഷൻ. ലെറ്റർ കൺസേണിങ് ജോൺ ലോക്കിന്റെ പുസ്തകമാണ് ലെറ്റർ കൺസേണിങ് ദ ടോളറേഷൻ എന്ന് പറഞ്ഞു. മാക്യുവലി ശരിക്കും എഴുതിയിരിക്കുന്ന പുസ്തകം എന്ന് വെച്ചാൽ ഡിസ്കോഴ്സ് ഓൺ ലിവേ എന്ന് വെച്ചാണ്. അപ്പം നമുക്ക് ഇവിടെ ഓപ്ഷൻസ് അത് തന്നിട്ടില്ല. എന്നിരുന്നാലും നമുക്ക് ഒന്നുകിൽ ഓപ്ഷൻ 1 കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഓക്കെ. ദ ഫസ്റ്റ് ഡീലിമിറ്റേഷൻ വാസ് കാരിയഡ് ഔട്ട് അണ്ടർ ഹൂസ് ഓഫീസ്? പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ്, യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലോ, ചീഫ് ജസ്റ്റിസ്. ഓക്കെ. ഫസ്റ്റ് ഡീലിമിറ്റേഷൻ ക്യാരി ചെയ്തിരിക്കുന്ന പ്രസിഡന്റ് തന്നെയാണ്. 1952 53 കാലഘട്ടത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു പ്രൊപ്പൗണ്ടഡ് ദ ഡോക്ട്രിൻ ഓഫ് അയൺ ലോ ഓഫ് ഒലിഗാർക്കി? സോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആർ മൈക്കിൾസൺ ആണ് അയൺ ലോ ഓഫ് ഒലിഗാർക്കി കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഐഡിയ മുന്നോട്ട് കൊണ്ടുവന്നത് ആർ മൈക്കിൾസ് ആണ്. എന്നിരുന്നാലും നമുക്ക് ബാക്കിയുള്ളവരെ കുറിച്ചും വേണമെങ്കിൽ നമുക്ക് നോക്കാം. സി ബി മക്കേഴ്സൺ പാസീവ് ഇൻഡിവിജ്വലിസത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വി പരാറ്റോ എന്ന് വെച്ചാൽ പക്ഷെ നേരെ ഒരു എക്കണോമിസ്റ്റ് ആണ്. സോ നമുക്ക് എന്തായാലും വരില്ല, പക്ഷെ ഒന്നും അറിഞ്ഞിരിക്കുന്നത് എങ്ങനെയായാലും നല്ലതാണ്. ഞാൻ അടുത്തത് ജെ ഷൂംപിറ്റർ. സോ പുള്ളി ബിസിനസ് ഡെവലപ്മെന്റിനെ കുറിച്ചും ക്യാപിറ്റലിസ്റ്റിനെ കുറിച്ചും അല്ലെങ്കിൽ പഠിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തായാലും നമ്മുടെ ഉത്തരം ഓപ്ഷൻ 3 ആർ മൈക്കിൾസ് ആണ്. ഓക്കെ. മാച്ച് ദ ഫോളോയിങ്. പൊളിറ്റിക്കൽ തിങ്കേഴ്സ് ആൻഡ് ബുക്സിനെ കുറിച്ചാണ്. മാച്ച് ലിസ്റ്റ് 1 and 2. ഓക്കെ. നമുക്ക് ബുക്സിൽ നിന്ന് തുടങ്ങാം. നമുക്ക് അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും തോന്നുന്നു. സോ ഓക്കെ. ഓക്കെ. സെക്ഷൽ പൊളിറ്റിക്സ് ആരാ പറഞ്ഞിരിക്കുന്നത്? കെയ്റ്റ് മില്ലറ്റ് ആണ്. സെക്ഷൽ പൊളിറ്റിക്സ് വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്. അത് കെയ്റ്റ് മില്ലത്തിന്റെ പുസ്തകമാണ്. ഇനി ഫീമെയിൽ യൂണിറ്റ് ആരുടെ പുസ്തകമാണ്? ജെർമൻ ഗ്രീറിന്റെ പുസ്തകമാണ്. ഇനി എ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൺ. ഓപ്ഷൻ 3 മേരി വോൾസ്റ്റോൺ ക്രാഫ്റ്റിന്റെ പുസ്തകമാണ് എ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൺ. ആൻഡ് ജെൻഡർ ട്രബിൾ ഓക്കെ, ജൂഡിത്ത് ബട്ട്ലറിന്റെ പുസ്തകം തന്നെയാണ്. സോ ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ. ഇവിടെ നമ്മൾ പുസ്തകം നമുക്ക് വായിക്കുന്നവർക്കാണ് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. എന്നിരുന്നാലും ഇവരൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്ന ജെൻഡർ റിലേറ്റഡ് ആയിരിക്കുന്നു. ആ ജെൻഡർ പൊളിറ്റിക്സിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന സമയം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ്
did Dr. Ambedkar identified as critics of social reform in India? Radicals and anarchists, anarchists and socialists, political reformers and socialists, political reformers and anarchists. സോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അനാർക്കിസ്റ്റിനെ കുറിച്ച് അംബേദ്കർ അധികം പരാമർശിച്ചില്ല. അപ്പൊ തന്നെ നമുക്ക് ഉത്തരം കിട്ടുന്നതാണ്. എന്നിരുന്നാലും സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്, നമുക്ക് പൊളിറ്റിക്കൽ ഫ്രീഡം ആണോ വേണ്ടത് അല്ലെങ്കിൽ സോഷ്യൽ ഈക്വാലിറ്റി ആണോ വേണ്ടത് എന്ന് അംബേദ്കർ എപ്പോഴും ചോദിച്ചിരുന്നു. അപ്പം സോഷ്യലിസ്റ്റുകൾ ഇവിടെ എക്കണോമിക് ഫ്രീഡം അല്ലെങ്കിൽ എല്ലാവരും തുല്യമാണെന്ന് പറയുന്നത്, പൊളിറ്റിക്കൽ റിഫോമേഴ്സ് വേറൊരു രീതിയിൽ പറയുന്നു. അപ്പം പക്ഷേ അത് സോഷ്യൽ റിഫോം, അംബേദ്കർ കണ്ടിരുന്ന സോഷ്യൽ റിഫോമിനെ ചലഞ്ച് ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 3 ആണ്, പൊളിറ്റിക്കൽ റിഫോമേഴ്സ് ആൻഡ് സോഷ്യലിസ്റ്റ് ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, ജസ്റ്റിസ് ആസ് റിക്വറ്റൽ റെഫേഴ്സ് ടു, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. റിക്വറ്റൽ എന്ന് വെച്ചാൽ കോമ്പൻസേഷൻ എന്നൊക്കെ പറയും. ഇപ്പൊ ഒരു കോമ്പൻസേഷൻ ആയിട്ടുള്ള ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അൺഈക്വൽ എക്സ്ചേഞ്ച് അല്ല, ഡിപ്പെൻഡന്റ് എക്സ്ചേഞ്ച് അല്ല, ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും അല്ല. ഓപ്ഷൻ 4 ആണ്, ഫെയർ എക്സ്ചേഞ്ച് ആണ് ജസ്റ്റിസ് ആസ് ഈക്വാലിറ്റി എന്ന് വെച്ചാൽ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഹു അമംഗ് ദ ഫോളോയിങ് സ്കോളേഴ്സ് പ്രസന്റഡ് ഹോബ്സ് സ്റ്റേറ്റ് ഓഫ് നാച്ചർ ആസ് എ സൊസൈറ്റി ഓഫ് സെൽഫ് ഇൻട്രസ്റ്റ് കോമ്പറ്റേറ്റീവ് ഇൻഡിവിജ്വലിസം? സോ ഞാൻ നേരത്തെ പറഞ്ഞ പോയ ഒരു പോയിന്റിൽ ഇത് ഉണ്ടായിരുന്നു. CB മക്കേഴ്സൺ ആണ് നമ്മുടെ പാസീവ് ഇൻഡിവിജ്വൽസിനെ കുറിച്ച് പരാമർശിക്കുന്നതിന്. സോ ആൻസർ എന്ന് വെച്ചാൽ CB മക്കേഴ്സൺ തന്നെയാണ്. നമുക്ക് അധികം സമയം കളയുന്നില്ല, എന്നിരുന്നാലും നമുക്ക് ബാക്കിയുള്ള തിങ്കേഴ്സിനെ കുറിച്ച് ഒന്ന് നോക്കാം. കോണ്ടിൻസ്കിന്, ഹീസ് ആൻ ഹിസ്റ്റോറിക്കൽ ഇൻ ദ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ്, പുള്ളി ഹോബ്സിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിനെ കുറിച്ചാണ് അനലൈസ് ചെയ്തിരിക്കുന്നത്. കണ്ടംപററി ഡിബേറ്റ്സ് അബൌട്ട് ലാംഗ്വേജ് ആൻഡ് പൊളിറ്റിക്സിനെ കുറിച്ചും പുള്ളി എന്റെ പഠനത്തിൽ ഉണ്ടായിരുന്നു. ഇനി ചാൾസ് ടൈലർ എന്ന് വെച്ചാൽ ഹോബ്സ് കോൺസെപ്റ്റ് ഓഫ് സെൽഫ്ഹുഡ് ആൻഡ് ഇറ്റ്സ് റിലേഷൻ ഓൺ മോഡേൺ നോഷൻസ് ഓഫ് ഇൻഡിവിജ്വലിസം ആണ്. അപ്പൊ ചാൾസ് ടൈലറും ഇൻഡിവിജ്വലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒരു കോമ്പറ്റേറ്റീവ് ആസ്പെക്റ്റിനെ കുറിച്ച് പറയുന്നത് CB മക്കേഴ്സൺ ആണ്. ഈ ഹാരോൾഡ് ലാസ്കി എന്ന് വെച്ചാൽ സ്റ്റേറ്റിന്റെ ഡെവലപ്മെന്റ്, സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അല്ല. സോ ആൻസർ എന്തായാലും CB മക്കേഴ്സൺ ആണ്. നമുക്ക് സമയം കളയാതെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഹു അമംഗ് ദ ഫോളോയിങ് റിയലിസ്റ്റ് theorists consider that a basic feature of international relations is the decentralized structure of anarchy between states? നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ 4 തിങ്കേഴ്സും റിയലിസ്റ്റുകളാണ്, പക്ഷെ ഇവര് അനാർക്കിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഹാൻസ് മോർഗൻഡു ഇന്റർനാഷണൽ റിലേഷൻസിന്റെ വൺ ഓഫ് ദ ഫീച്ചേഴ്സ് ആയിട്ട് മനസ്സിലാക്കി പഠിച്ചിരുന്ന ഒരു ആളാണ്, അല്ല അനാർക്കി ആയിട്ട് കണ്ടിരുന്ന ഒരാളാണ് മോർഗൻഡു എന്ന് വെച്ചാൽ. പക്ഷെ മോർഗൻഡുവിനെ പോലെ തന്നെ പഠിച്ചിരുന്ന ഒരാളാണ് കെനറ്റ് വാൾസിനാണ് ഇന്റർനാഷണൽ റിലേഷൻസിന് ബേസിക് ഫീച്ചർ ആയിട്ട്, ബേസിക് ഫീച്ചർ ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസ് ഈസ് ദ ഡീസെൻട്രലൈസ്ഡ് സ്ട്രക്ചർ ഓഫ് അനാർക്കി ബിറ്റ്വീൻ സ്റ്റേറ്റ്സ്. സ്റ്റേറ്റ് നമ്മൾ അനാർക്കിനെ കുറിച്ച് അങ്ങനെ മനസ്സിലാക്കിയിരുന്നത് കെനറ്റ് വാൾസ് ആണ്. ബാക്കി രണ്ടുപേരും റിയലിസ്റ്റ് ആണെങ്കിലും അനാർക്കിനെ കുറിച്ച് ഇത്രയേറെ ഡിസ്കസ് ചെയ്തില്ല. സോ ആൻസർ എന്ന് വെച്ചാൽ ഓപ്ഷൻ 3 കെനറ്റ് വാൾസ് ആണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അബൌട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ലിബറലിസം ഇൻ ഇന്റർനാഷണൽ റിലേഷൻസ് തിയറി? ഇന്റർനാഷണൽ റിലേഷൻസ് തിയറിയിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലിബറലിസത്തിനെ കുറിച്ചുള്ള ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Institutional liberal claim that international institutions help promote cooperation between states. ശരി തന്നെയാണ്. ഓപ്ഷൻ A എന്തായാലും ശരിയാണെന്ന് പറയാം. The extent of institutionalism can be measured by depth and scope. ഓക്കെ, അടുത്ത നോക്കാം. A high level of institutionalization reduces the destabilization effects of multipolar anarchy. D. The role of institutions lies in strengthening international agreements. E. Institutions, however, cannot make up for lack of trust between states. നമ്മൾ എന്തായാലും ഇപ്പം ഈ A തൊട്ട് E വരെയുള്ളതിൽ A എന്തായാലും ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഇത് നോക്കിയാൽ സെക്കൻഡ് B, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷന്റെ എക്സ്റ്റെന്റ് ഡെപ്ത് ആൻഡ് സ്കോപ്പ് വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും പറ്റണമെന്നില്ല അല്ലേ. സോ അതൊരു ഇൻകറക്റ്റ് ആൻസർ ആണ്. ആൻഡ് ഹൈ ലെവൽ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ റിഡ്യൂസസ് ദ ഡീസ്റ്റബിലൈസേഷൻ എഫക്ട്സ് ഓഫ് ഹൈ മൾട്ടിപോളർ അനാർക്കി. ശരിയാണ്.
ദ റോൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈസ് ഇൻ സ്ട്രെങ്തനിങ് ഇന്റർനാഷണൽ അഗ്രിമെന്റ്സ്. അതും ശരിയാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹവർ കനോട്ട് മേക്ക് അപ്പ് ലാക്ക് ഓഫ് ട്രസ്റ്റ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ്. ശരിയാണ്. സോ ACD ഉണ്ടോ? ഓക്കെ, ഓപ്ഷൻ 4 ആണ് നമ്മുടെ ഉത്തരം. ഓൺ ദ ക്വസ്റ്റ്യൻ ഓഫ് സ്റ്റേറ്റ് സോവറിനിറ്റി 4 സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഇഷ്യൂസ് ഓഫ് ഗ്ലോബൽ കൺസേൺസ് കനോട്ട് ചാലഞ്ച് എക്സ്റ്റേണൽ സോവറിനിറ്റി ഓഫ് സ്റ്റേറ്റ്. Such issues cannot bring multilateral pressure on decision making of the states. See, human rights movements affect policy of internal security of the states. Human rights issues are also deployed by the state to influence each other's decision. So first എന്താണ്? Issues of global concerns cannot challenge external sovereignty of the state. So എല്ലായ്പ്പോഴും ഇഷ്യൂസ് ഓഫ് ഗ്ലോബൽ കൺസേൺസ് ചാലഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല, സ്റ്റേറ്റിന്റെ സോവറിനിറ്റിനെ ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സോ ഓപ്ഷൻ 1 എന്തായാലും ശരിയാണ്. ഓപ്ഷൻ ബി. ഇനി അടുത്ത ബി നോക്കാം. സച്ച് ഇഷ്യൂസ് കനോട്ട് ബ്രിങ് മൾട്ടിലാറ്ററൽ പ്രഷേഴ്സ് ഓൺ ഡിസിഷൻ മേക്കിംഗ്. അതും ശരി തന്നെ ആയിട്ടുള്ള ഉത്തരവാണ്. ഈ ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ്സ് അഫക്ട് പോളിസി ഓഫ് ഇന്റേണൽസ്. എല്ലായ്പ്പോഴും ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ് ഇന്റേണൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ പോളിസി ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി അഫക്ട് ചെയ്യുന്നതല്ല. സോ റോങ് ആണ്. ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂസ് ആർ ഓൾസോ ഡിപ്ലോയ്ഡ് ബൈ സ്റ്റേറ്റ് ടു ഇൻഫ്ലുവൻസ് ഈച്ച് അതേഴ്സ് ഡിസിഷൻ. ശരിയല്ല. സോ ഓപ്ഷൻ എ ആണ്. A and B ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Given below are 2 statements. Statement 1, party alliances since the 1990s have been on territorial compatibility than ideological compatibility. അതായത് റീജിയണൽ പാർട്ടി അലയൻസ് അല്ലെങ്കിൽ സഖ്യകക്ഷി ജോയിൻ ചെയ്തത് ഐഡിയോളജിക്കൽ ബേസിസ് അല്ലാതെ ടെറിട്ടോറിയൽ അല്ലെങ്കിൽ റീജിയണൽ ബേസിസിലാണ് എന്നാണ് പറഞ്ഞത്. 1990 ശേഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? 1990 ശേഷമുള്ള നമുക്കൊന്ന് എടുത്തു നോക്കിയാൽ കാണും. ഇപ്പൊ BJP ശിവസേനയുമായിട്ട് അലയൻസ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അകാലിദൾ അസാമിലെ അകാലിദൾ പഞ്ചായത്ത് ADP എന്ന പാർട്ടിയുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ JDU ആയിട്ട് ബീഹാറിലെ JDU ആയിട്ട് അലയൻസ് ഉണ്ടായിട്ടുണ്ട്. സോ ഇതൊന്നും പലപ്പോഴും ഐഡിയോളജിക്കൽ ബേസിസിലല്ല സംഭവിച്ചിരിക്കുന്നത്. സോ ടെറിട്ടോറിയൽ ബേസിസിൽ തന്നെയാണ്. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് 1 എന്തായാലും ശരിയാണ്. ഇനി സ്റ്റേറ്റ്മെന്റ് 2 നോക്കി നോക്കാം. BJP's alliance of 1998, 1999, 2004 and 2009 were not territorial compatible. ശരിയാണോ? എനിക്ക് തോന്നുന്നില്ല. കാരണം BJP നമുക്ക് നോക്കി നോക്കാം. BJP ഈ വർഷങ്ങളിൽ 98 ആരെടുത്ത് 98ലും 99ലും BJPന്റെ NDAന്റെ കീഴിൽ TDP തെലുഗുദേശം പാർട്ടി ആൻഡ് ശിവസേന അകാലിദളുമായിട്ട് അലയൻസ് ഉണ്ടായിരുന്നു. ഇതൊരിക്കലും നമുക്ക് ടെറിട്ടോറിയൽ കോമ്പാറ്റബിൾ അല്ലാതിരിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. സോ ടെറിട്ടോറിയൽ കോമ്പാറ്റബിൾ അതെ, അത് അങ്ങനെ തന്നെയാണ്, അല്ല ഐഡിയോളജിക്കൽ ബേസിസിലല്ല. അതേപോലെ തന്നെ 2004ലും 2009ലും ബീഹാറിലെ JDUമായിട്ടും ഇവർ അലയൻസ് ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്, സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. സോ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ 3 ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. Which among the following is not part of the central theme of green ideology? Green ideology എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും എൻവയോൺമെന്റൽ മൂവ്മെന്റ്സുമായിട്ട് ഇന്റർനാഷണൽ റിലേഷൻസിനെ കണക്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഒരു ഐഡിയോളജിയാണ്. ഇതിൽ നമുക്ക് ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഹോളിസം എന്ന് വെച്ചാൽ ഒരു ഹോളായിട്ട് അല്ലെങ്കിൽ ഹോൾ ഷുഡ് ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ എന്ന് പറഞ്ഞ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ ഗ്രീൻ ഐഡിയോളജിയിൽ അങ്ങനെ കവർ ചെയ്യുന്നത് ഉണ്ട്. ഇനി അടുത്ത നമുക്ക് ഫ്രം ബീയിങ് ടു ഹാവിങ് അതവിടെ നിൽക്കട്ടെ. എക്കോളജി എന്തായാലും ഗ്രീൻ ഐഡിയോളജിയിൽ കവർ ചെയ്യുന്നുണ്ട്. സസ്റ്റൈനബിലിറ്റി ഓഫ് കോഴ്സ്. സോ ഇതിനകത്ത് കവർ ചെയ്യാത്ത വെച്ചാൽ ഫ്രം ബീയിങ് ടു ഹാവിങ് എന്ന ആൻസർ ആണ്. അതൊരിക്കലും അവിടെ ഗ്രീൻ ഐഡിയോളജിയിൽ പറയുന്ന ഒരു കാര്യമല്ല. സോ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ. വിച്ച് among the following statements are true about legal equality? ലീഗൽ ഇക്വാലിറ്റിനെ കുറിച്ച് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്ന് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ലീഗൽ ഈക്വാലിറ്റി ഡസ് നോട്ട് ഗ്യാരണ്ടി ഈക്വാലിറ്റി ഓഫ് ട്രീറ്റ്മെന്റ് ബൈ ദ ലോ. ലോന്റെ മുന്നിൽ അല്ല എന്ന്, അല്ലെങ്കിൽ ഈക്വാലിറ്റി ഓഫ് ട്രീറ്റ്മെന്റ് അല്ല എന്ന് പറയുന്നുണ്ട്, ഗ്യാരണ്ടി ചെയ്യുന്നുണ്ടോ? ശരി തന്നെയാണ്. ലീഗൽ ഈക്വാലിറ്റി കോൺട്രഡിക്ട്സ് ദ റൂൾ ഓഫ് ലോ.
റൂൾ ഓഫ് ലോ ആയിട്ട് കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ടോ? ശരിയല്ല, തെറ്റാണ്. ലീഗൽ ഈക്വാലിറ്റി ഈസ് എ പ്രോമിനന്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് സിവിൽ സൊസൈറ്റി. ശരി തന്നെയാണ്. ആൻഡ് ഡി, ലീഗൽ ഈക്വാലിറ്റി ഡസ് നോട്ട് അബോളിഷ് സ്പെഷ്യൽ പ്രിവിലേജ്. സ്പെഷ്യൽ പ്രിവിലേജ് അബോളിഷ് ചെയ്യുന്നുണ്ട് ലീഗൽ ഈക്വാലിറ്റിയിൽ. സോ അതും തെറ്റാണ്. സോ നമുക്ക് അടുത്ത് നോക്കാം. ലീഗൽ ഈക്വാലിറ്റി കനോട്ട് ബി ബേസിസ് ഓഫ് കോൺട്രാക്ട് ബേസ്ഡ് റിലേഷൻ. ശരി തന്നെയാണ്. സോ എ സി ഓപ്ഷൻ 1 ആണ് നമ്മുടെ ഉത്തരം. നമുക്ക് അടുത്ത നോക്കി നോക്കാം. ഓക്കെ, വിച്ച് among the following is not a form of authoritarian rule? നോക്കാം ഓപ്ഷൻസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അബ്സല്യൂട്ട് മൊണാർക്കി എന്തായാലും അതോറിറ്ററി റൂളിന്റെ പേരാണ്. മിലിറ്ററി റൂൾ, തിയോക്രസി, അതായത് റിലീജിയസ് ലീഡേഴ്സിന്റെ അല്ലെങ്കിൽ പ്രീസ്റ്റ് ഒക്കെ നടത്തുന്ന റൂളിനെയാണ് തിയോക്രസി എന്ന് പറയുന്നത്. അതുമല്ല ഡയറക്റ്റ് ഡെമോക്രസി. ഡയറക്റ്റ് ഡെമോക്രസിയും അതോറിറ്ററി റൂളും രണ്ടാണ്. സോ എന്തായാലും അതോറിറ്ററി റൂളിന്റെ പാർട്ട് അല്ലാത്തത് ഡയറക്റ്റ് ഡെമോക്രസിയാണ്. സോ ഓപ്ഷൻ 4 ആണ് നമ്മുടെ ഉത്തരം. നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് among the following taxes does not comes under unions? സോ നമുക്ക് എപ്പോഴും പഠിക്കാനുള്ള കാര്യമാണ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. സോ യൂണിയൻ ലിസ്റ്റിന്റെ കീഴിൽ വരുന്ന കാര്യമാണ് എപ്പോഴും കോർപ്പറേഷൻ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ്, ഇൻകം ടാക്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നോക്കുക, നമുക്ക് ഓപ്ഷൻസ് എന്തായാലും നോക്കി നോക്കാം. കോർപ്പറേഷൻ ടാക്സ് അത് യൂണിയൻ ലിസ്റ്റിന്റെ കീഴിൽ തന്നെ വരുന്നതാണ്. ക്യാപിറ്റേഷൻ ടാക്സ് അത് ഇൻഡിവിജ്വൽ കൊടുക്കുന്നതാണ്. അത് യൂണിയൻ ലിസ്റ്റിന്റെ കീഴിൽ വരുന്നതല്ല, സ്റ്റേറ്റ് ലിസ്റ്റിന്റെ കീഴിൽ വരുന്നതാണ്. സോ അതാണ് എന്തായാലും ഉത്തരം. ബാക്കിയും കൂടെ നമുക്ക് നോക്കാം. ടാക്സസ് ഓൺ ഇൻകം അതർ ദാൻ അഗ്രികൾച്ചർ ഇൻകം അത് യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. ടാക്സസ് ഓൺ ദ ക്യാപിറ്റൽ ഓഫ് കമ്പനീസ് അതും യൂണിയൻ ലിസ്റ്റിന്റെ കീഴിൽ വരും. സോ ഓപ്ഷൻ 2 ആണ്, ക്യാപിറ്റേഷൻ ടാക്സ് ആണ് യൂണിയൻ ലിസ്റ്റിന്റെ കീഴിൽ വരാത്തത്. അതാണ് നമ്മുടെ ഉത്തരം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗിൽഡ് സോഷ്യലിസ്റ്റ് തിയറി. സോ ഗിൽഡ് സോഷ്യലിസ്റ്റ് തിയറി എന്ന് വെച്ചാൽ ബേസിക്കലി പറഞ്ഞിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയിലെ വർക്കേഴ്സ് കൺട്രോളിന് പരാമർശിക്കുന്ന അല്ലെങ്കിൽ അതിനെ കുറിച്ച് പരാമർശിക്കുന്നതാണ് ഗിൽഡ് സോഷ്യലിസ്റ്റ് തിയറി. സോ നമുക്ക് നോക്കി നോക്കാം. അഡ്വക്കേറ്റ്സ് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി അവിടെ തന്നെ ഉണ്ട്. ഓപ്ഷൻ 1 ഇൻഡസ്ട്രിയൽ ഡെമോക്രസിനെ കുറിച്ച് പരാമർശിക്കുന്ന. ബാക്കി നോക്കി നോക്കാം. അഡ്വക്കേറ്റ്സ് ടെറിട്ടോറിയൽ ഡെമോക്രസി എന്തായാലും അല്ല. അടുത്തത് അഡ്വക്കേറ്റ്സ് കമ്മ്യൂണിറ്റി ഓഫ് ഫീലിംഗ് ബേസ്ഡ് ഓൺ എക്കണോമിക് ഇൻട്രസ്റ്റ്. അത് ഗിൽഡ് സോഷ്യലിസ്റ്റ് തിയറിന്റെ ഒരു ബേസിസ് ആണെങ്കിൽ പോലും ഏറ്റവും അനുയോജ്യമായത് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി തന്നെയാണ്. അടുത്തത് പ്രൊട്ടക്ട്സ് ഇൻഡിവിജ്വൽ ഫ്രം ടൈറണി. അതും ഇതിന്റെ കീഴിൽ വരുന്ന നമുക്ക് ബേസിക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും ഏറ്റവും അനുയോജ്യമായ ഉത്തരം എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി തന്നെയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Who among the following scholars describe the shift from a interventionist to a regulatory state in India? ഇന്ത്യൻ കേസിൽ ഒരു ഇന്റർവെൻഷൻ ടു അതായത് നെഹ്റു ഉള്ള സമയത്ത് ആദ്യം ഇന്റർവെൻഷനിസ്റ്റ് ആയിരുന്നു സ്റ്റേറ്റ്, പിന്നെ റെഗുലേറ്ററി ആയിട്ട് മാറിയതാണ്. സോ ഇത് ആരാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കൊരു കുറച്ച് കൺഫ്യൂഷനിങ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആൻസർ എന്താന്ന് വെച്ചാൽ ലോയ്ഡ് റുഡോൾഫ് ആൻഡ് സൂസൻ റുഡോൾഫ് അവരുടെ പുസ്തകം ഇൻ പെർസ്യൂട്ട് ഓഫ് ലക്ഷ്മി ദ പൊളിറ്റിക്കൽ എക്കണോമി ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പാർത്ഥ ചാറ്റർജി കുറച്ചും കൂടി പൊളിറ്റിക്കൽ സൊസൈറ്റിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. രജനി കോത്താരി ആണെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചർ കാര്യങ്ങളാണ് എപ്പോഴും അദ്ദേഹത്തിന്റെ സ്റ്റഡിയിൽ അഡ്രസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ജോൺ ഹാരിസ് ഇൻഫോർമൽ ആസ്പെക്ട് ഓഫ് പവർ ആൻഡ് ഗവർണൻസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. ഓക്കെ, ഹു അമംഗ് ദ ഫോളോയിങ് ഡെവലപ്പ് ദ ഗാർബേജ് ക്യാൻ മോഡൽ ഓഫ് പോളിസി മേക്കിംഗ്? നമുക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്. ഇവിടെ മൈക്കൽ കോഹൻ ആണ് ഇവിടെ ആൻസർ. മൈക്കൽ കോഹൻ, ജെയിംസ് മാർക്കൽ ആൻഡ് ജോഹൻ ഓസ്ലാൻ എന്ന് പറഞ്ഞ 2 പോളിസി മേക്കേഴ്സിന്റെ കൂടെ ചെയ്ത് 1972 കൊണ്ടുവന്ന ആശയമാണ് ഗാർബേജ് ക്യാൻ മോഡൽ എന്ന് പറഞ്ഞ തിയറി. ഇവിടെ ആൻസർ ഓപ്ഷൻ 4 ആണ്. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലാർജസ്റ്റ് കമ്മിറ്റി ഓഫ് പാർലമെന്റ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും നമ്മൾ കൂടുതൽ വായിക്കുന്ന നമുക്ക് അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കമ്മിറ്റി ഓൺ എസ്റ്റിമേറ്റ്സ് ആണ് പാർലമെന്റിൽ ഏറ്റവും വലിയ കമ്മിറ്റി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റേറ്റ്മെന്റ് 1, റോബർട്ട് മൈക്കൽ യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് അയൺ ഒലിഗാർക്കി
to describe the organization of political parties based on domination by ruling elite. നമുക്ക് നേരത്തെയും റോബർട്ട് മൈക്കിളും ലോ ഓഫ് ഒലിഗാർക്കിയും കണക്ട് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. സോ ഇവിടെ ഒരു ആൻസർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് അതും കൂടി ആൻസർ ചെയ്യാൻ എന്തായാലും എളുപ്പമാണ്. എന്തായാലും സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് തന്നെയാണ്. സ്റ്റേറ്റ്മെന്റ് 2 നോക്കാം. മൗറിസ് ഡോവേജസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ സിമ്പിൾ മെജോറിറ്റി സിംഗിൾ ബാലറ്റ് സിസ്റ്റം ഫേവേഴ്സ് ദ ടു പാർട്ടി സിസ്റ്റം. അതും ശരി തന്നെയാണ്. സിമ്പിൾ മെജോറിറ്റി സിംഗിൾ ബാലറ്റ് സിസ്റ്റം ടു പാർട്ടി സിസ്റ്റം ഫേവർ ചെയ്യുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ ലോ പറഞ്ഞിട്ടുണ്ട്. സോ ഇൻ ദ ലൈറ്റ് ഓഫ് എബോവ് ടു സ്റ്റേറ്റ്മെന്റ് ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. സോ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല, രണ്ടും ശരിയാണ്. സോ ഓപ്ഷൻ 1 ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പിന്നെയും സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്സ്. One is labeled as assertion and the other is labeled as reason. Assertion A. Reservation of a state bill for the assent of president is a discretionary power of governor. Okay. Reason 2. This could be achieved through amending Article 156 of the Indian Constitution. So, ഗവർണർക്ക് ആവശ്യമെന്നാൽ പ്രസിഡന്റിന് മുന്നിലേക്ക് സ്റ്റേറ്റ് ബില്ലില് കൊണ്ടുപോകാൻ പറ്റും. സോ അസർഷൻ എ എന്തായാലും ശരിയാണ്. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 156 വെച്ചിട്ട് ഇങ്ങനെ ഒരു അമെൻമെന്റിനെ കുറിച്ചും പറയുന്നുണ്ട്. ബട്ട് നേരെ ഓപ്പോസിറ്റ് ആണ്. ആർട്ടിക്കിൾ 156ന്റെ സ്റ്റേറ്റ്സിനാണ് ഇത് അമെൻമെന്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1 ഉം 2 ഉം ശരിയാണ്, പക്ഷെ ഒരിക്കലും കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. സോ ഓപ്ഷൻ 2 ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് മാർക്സ് ലോ ഓഫ് ഡയലക്റ്റിക്സ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെഗേഷൻ ഓഫ് നെഗേഷൻ എന്തായാലും ഡയലക്റ്റിക്സിൽ വരുന്നതാണ്. ഇൻക്രീസ് ഇൻ ക്വാളിറ്റി ലീഡ്സ് ടു ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച്, അവിടെ നിൽക്കട്ടെ. ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി ലീഡ്സ് ടു ക്വാളിറ്റേറ്റീവ് ചേഞ്ച്. നമുക്ക് ഇത് രണ്ടും വരും കൺഫ്യൂഷൻ. നമുക്ക് അടുത്തും കൂടെ യൂണിറ്റി ആൻഡ് സ്ട്രഗിൾസ് ഓഫ് ഓപ്പോസിറ്റ്. സോ ഓപ്ഷൻ 1 and 4 എന്തായാലും മാർക്സ് ലോ ഓഫ് ഡയലക്റ്റിക്സിൽ ഭാഗമാണ്. നമുക്ക് 2 ഉം 3 ഉം വരുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ തോന്നും, പക്ഷെ ഇവിടെ പുറത്ത് നിൽക്കുന്നത് ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി ലീഡ്സ് ടു ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ആണ്. ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി ലീഡ്സ് ടു ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ഒരിക്കലും ലോ ഓഫ് ഡയലക്റ്റിക്സിൽ ഭാഗമല്ല, അങ്ങനെ പറയുന്നുമില്ല. സോ ഓപ്ഷൻ 3 ആണ് ഇവിടെ പാർട്ട് അല്ലാതെ ഇരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അബൌട്ട് ഡിഫറെന്റ് അപ്രോച്ചസ് ടു സ്റ്റഡി ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്? ഓക്കെ, institutional analysis examines the functioning of and relationship between institutions in a given moment. ഓക്കെ, ശരി തന്നെയാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ഓപ്ഷൻ. ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷണലിസം ഈസ് എ റിവൈവൽ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണലിസം ദാറ്റ് ലുക്സ് അറ്റ് ഹൗ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഷേപ്പ് ഡിസിഷൻസ് ആൻഡ് ഡിഫൈൻ ഇൻട്രസ്റ്റ്. ഓക്കെ, ഒരു ഡൗട്ട് ഉണ്ട്, ശരിയല്ല. എന്തായാലും നമുക്ക് അടുത്ത് നോക്കാം. ദ ബിഹേവിയറൽ അപ്രോച്ച് ഫോക്കസസ് ഓൺ ദ സ്റ്റഡി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഗനൈസേഷൻ ചാർട്ട്സ്. ബിഹേവിയറൽ സ്റ്റഡി കോൺസ്റ്റിറ്റ്യൂഷനും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓർഗനൈസേഷൻ ചാർട്ട്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. സോ ശരിയാണത്. സ്ട്രക്ചറലിസം എക്സാമിൻസ് റിലേഷൻഷിപ്പ് എമോങ് പാർട്സ് റാദർ ദാൻ ദ പാർട്സ് ദംസെൽഫ്. ശരിയല്ല, സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ദ റാഷണൽ ചോയ്സ് അപ്രോച്ച് എക്സ്പ്ലെയിൻസ് പൊളിറ്റിക്കൽ ആക്ഷൻ ത്രൂ സ്റ്റാറ്റിസ്റ്റിക്കൽ ജനറലൈസേഷൻ റാദർ ദാൻ ഇൻട്രസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ്. ശരിയാണ്. സോ നമുക്ക് ഇവിടെ നോക്കാം. എ ശരിയാണ്, സി ശരിയാണ്, ഇ ശരിയാണ്. സോ ഓപ്ഷൻ 3 ആണ് നമുക്കിവിടെ ആൻസർ ആയി വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Okay, the power of Supreme Court of India to decide disputes between center and state falls under. So സുപ്രീം കോടതിന്റെ ജൂറിസ്ഡിക്ഷനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മെയിൻ ആയിട്ട് 3 ജൂറിസ്ഡിക്ഷൻ ആണുള്ളത്. ഒറിജിനൽ, അഡ്വൈസറി ആൻഡ് അപ്പാലറ്റ് ജൂറിസ്ഡിക്ഷൻ. ഇതില് സ്റ്റേറ്റും സെൻട്രലും തമ്മിലുള്ള ഡിസ്പ്യൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് പരാമർശിക്കുന്നത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷനിലാണ്. സോ ഓപ്ഷൻ 3 ആണ് നമുക്കിവിടെ ആൻസർ ആയി വരുന്നത്. ഓക്കെ, ഐഡിയ ഓഫ് ഹെജിമണി ഈസ് എ കീ കോൺസെപ്റ്റ് ഇൻ ദ റൈറ്റിംഗ്സ് ഓഫ്. ഹെജിമണി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ
ഫസ്റ്റ് വരുന്നത് ഗ്രാംഷി തന്നെയാണ്. സോ നമുക്ക് അധികം സമയം കളയേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ 2 അന്റോണിയോ ഗ്രാംഷിയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. ഇൻ വിച്ച് ഓഫ് Aristotle's work it is stated that highest good for human beings is happiness attained through moral and intellectual virtue. So അരിസ്റ്റോട്ടിൽ ഏത് പുസ്തകത്തിലാണ് ഹ്യൂമൻ ബീങ്സിന് ഹാപ്പിനെസ്സിന് ഹയസ്റ്റ് ഗുഡ് മോറൽ ആൻഡ് ഇന്റലക്ച്വൽ വിർച്യൂയിലൂടെ അറ്റൈൻ ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നു? നമുക്ക് നോക്കാം. പൊളിറ്റിക്സ് ഉണ്ട്, മെറ്റാഫിസിക്സ്, യുഡേമിൻ വരുമ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ, കാരണം യുഡേമിൻ അതിന്റെ അർത്ഥം വരുന്നത് ഹാപ്പിനെസ് ആണ്. സോ യുഡിഎംഎൻ എത്തിക്സ് ആണോ നമുക്ക് പെട്ടെന്ന് തോന്നാം, പക്ഷെ പൊളിറ്റിക്സും യുഡേമിയും ലൈഫ് ആൻഡ് വിർച്യൂവിനെ കുറിച്ചാണ് കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ആൻസർ ആയി വരുന്നത് നിക്കോമാക്കിയൻ എത്തിക്സ് ആണ്. ഇതിനു മുമ്പ് പ്രീവിയസ് ഇയേഴ്സിലും നിക്കോമാക്കിയൻ എത്തിക്സ് ആയിട്ട് ആൻസറുള്ള ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അരിസ്റ്റോട്ടലിന്റെയും പ്ലേറ്റോന്റെയും വർക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ്. സോ എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്, നമ്മളത് സൂക്ഷ്മമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ എന്തായാലും ഇവിടെ ആൻസർ നിക്കോമാക്കിയൻ എത്തിക്സ് ആണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് വാസ് എ മാഗസിൻ സ്റ്റാർട്ടഡ് ബൈ മഹാത്മാഗാന്ധി ഇൻ സൗത്ത് ആഫ്രിക്ക? ചെറിയൊരു കൺഫ്യൂഷൻ തോന്നുക, കാരണം ഇതൊക്കെ മഹാത്മാഗാന്ധിയുടെ എഴുത്തുകൾ തന്നെയാണ്. ഇവിടെ യങ് ഇന്ത്യന്റെ ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, ഹിന്ദ് സ്വരാജ്. ഇവിടെ ആഫ്രിക്കയിൽ തുടങ്ങിയ മാഗസിൻ ഏതാണെന്ന് ചോദിച്ചാൽ യങ് ഇന്ത്യ തന്നെയാണ്. പിന്നെ ഹരിജൻ ഇന്ത്യയില് തുടങ്ങിയ മാഗസിൻ ആണ്. ഇന്ത്യൻ ഒപ്പീനിയൻ ഇന്ത്യയിൽ തുടങ്ങിയ ഒരു ന്യൂസ് പേപ്പർ ആണ് ഗാന്ധിജി. ഹിന്ദ് സ്വരാജ് നമുക്കറിയുന്ന ഗാന്ധിജിന്റെ പുസ്തകമാണ്. ചെറിയൊരു കൺഫ്യൂഷൻ, കാരണം എല്ലാം ഗാന്ധിന്റെ ആവുമ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നു. പക്ഷെ ഇവിടെ ആൻസർ യങ് ഇന്ത്യ ആണ്. നമുക്ക് എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. വൺ ഈസ് ലേബിൾഡ് ആസ് അസേർഷൻ ആൻഡ് ദ അതർ ഈസ് ലേബിൾഡ് ആസ് റീസൺ. പിന്നെയും അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. അസേർഷൻ 5 principles of peaceful coexistence known as Panchsheel, which is one of the fundamental principles of Indian foreign policy. ഓക്കെ, ശരി തന്നെയാണ്. 1954 ചൈനയുമായിട്ട് നമ്മൾ മുന്നോട്ട് വെച്ച ഒരു പോളിസിയാണ് പഞ്ചശീൽ എന്ന് വെച്ചാൽ. സോ അസേഷൻ 1 എന്തായാലും ശരിയാണ്. നമുക്ക് റീസൺ നോക്കാം. പ്രൊവൈഡിങ് ഈക്വൽ സ്പേസ് ഈസ് വൺ ഓഫ് ദ 5 പ്രിൻസിപ്പിൾസ് ഓഫ് പഞ്ചശീൽ. സോ പേര് പറയുന്ന പോലെ തന്നെ പഞ്ചശീൽ അല്ലെ 5 പോളിസീസ് ആണ് എടുത്തിരിക്കുന്നത്. സോ 5 ഗോൾസ് ഉണ്ട്. സോ ഇവിടെ വൺ ഓഫ് ദ ഗോൾസ് ഈക്വൽ സ്പേസസ് ആണ്. ഈക്വൽ ബേസിസ് ചൈനയുമായിട്ട് ഈക്വൽ സ്പേസ് എന്നൊരു പോളിസി നമ്മൾ കൊണ്ടുവന്നിരുന്നു. സോ റീസൺ 2 കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ അസേർഷൻ എയിന്റെ റീസൺ ആണോ ആർ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ റീസൺ ചോദിച്ചാൽ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരിക്കലും അത് കറക്റ്റ് ഒരു എക്സ്പ്ലനേഷനും അല്ല. സോ ഇവിടെ ഓപ്ഷൻ 2 ആണ് നമുക്ക് ആൻസർ വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഫൈൻഡ് മെൻഷൻ ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? സോ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് മെൻഷൻ ചെയ്യുന്നത്? പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനിൽ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കമ്മിറ്റഡ് ടു ജസ്റ്റിസ് ഈക്വാലിറ്റി ആൻഡ് ലിബർട്ടി ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നു. സോ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഈ ഡെഫിനിഷൻ നമ്മൾക്ക് അറിഞ്ഞാൽ തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. സോ ഇതിൽ നമുക്കൊരു ലോജിക്ക് വെച്ച് നോക്കാം. ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ, യെസ്, അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഡിഗ്നിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു സംശയമുള്ള കാര്യം, നമുക്കത് മാറ്റിവെക്കാം. ഫ്രറ്റേണിറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. സോ ഇവിടെ മെൻഷൻ ചെയ്യുന്നത് മെൻഷൻ ചെയ്യാത്തത് ഡിഗ്നിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡിഗ്നിറ്റി ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ അല്ലെങ്കിൽ പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്യുന്നില്ല. സോ ആൻസർ 2 ആണ് നമ്മുടെ ഇവിടെ വരുന്നത്. അടുത്ത ചോദ്യം. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ വിത്ത് റിഗാർഡ്സ് ടു ഇറ്റ്സ് ഇയർ ഓഫ് ഫോർമേഷൻ. സോ താഴെ തന്നിരിക്കുന്ന ഓർഗനൈസേഷന്റെ ഇയർ ഓഫ് ഫോർമേഷൻ അനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം ഈ ഓർഗനൈസേഷൻ എന്നൊക്കെയാണ് വന്നത് എന്നുള്ളത്. ASEAN 1967, UN 1945, സാർക്ക് 1985, യൂറോപ്യൻ യൂണിയൻ 1951, നാം 1961. സോ അങ്ങനെ വരുന്ന സമയത്ത് B, D, E, A, C ആണ് നമുക്കിവിടെ ആൻസർ വരുന്നത്. പക്ഷെ ഇവിടെ ഓപ്ഷൻസിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കാരണം ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടില്ല.
BDEAC ആണ് ശരിക്കും ആൻസർ. എന്തായാലും നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഓക്കെ, the first ASEAN summit was held in which city in your country? ഫസ്റ്റ് ASEAN ഇപ്പം 1967 ASEAN ഫോം ചെയ്തത്. ഫസ്റ്റ് ASEAN സമ്മിറ്റ് നടക്കുന്നത് 1976 അത് ബാലിയിലാണ് നടക്കുന്നത്. സോ എല്ലാ ഓർഗനൈസേഷന്റെയും വേൾഡ് ഓർഗനൈസേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. സോ എളുപ്പമുള്ള ഒരു ചോദ്യം തന്നെയാണ്. എന്തായാലും ബാലിയാണ് ഇവിടെ ആൻസർ വരുന്നത്. അക്കോർഡിംഗ് ടു പ്ലേറ്റോസ് തിയറീസ് ഓഫ് മെൻ ആൻഡ് മെറ്റൽ റൂളേഴ്സ് ആവും. സോ പ്ലേറ്റോന്റെ മെൻ ആൻഡ് മെറ്റൽ തിയറീസിൽ 3 അല്ല ഓരോ ഘടകമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ സോൾജേഴ്സ് ആണെങ്കിൽ സിൽവറും, നേരെ മറിച്ച് ഫാമേഴ്സ് ഓർ ക്രാഫ്റ്റ്സ്മാൻ ആണെങ്കിൽ അവർക്ക് ബ്രോൺസും ആണ്. നേരെ മറിച്ച് റൂളേഴ്സ് ആണെങ്കിൽ അവർ ഗോൾഡും ആയിട്ടാണ് അദ്ദേഹം തരം തിരിച്ചിരിക്കുന്നത്. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ 3 ഗോൾഡ് ആണ്. 86. Which of the following regional parties does not have a regional ethnic character? റീജിയണൽ എത്നിക് ക്യാരക്ടർ ഇല്ലാത്ത റീജിയണൽ പാർട്ടീസ് ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. TDP ഇൻ ആന്ധ്രാപ്രദേശ് റീജിയണൽ എത്നിക് ക്യാരക്ടർ ഉണ്ട്. AGP ഇൻ ആസാം അതും റീജിയണൽ എത്നിക് ക്യാരക്ടർ അങ്ങനെ ഡെവലപ്പ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ്. DMK പെരിയാറിന്റെ അങ്ങനെ വന്നതാണ്. അതിനും റീജിയണൽ എത്നിക് ക്യാരക്ടർ ഉണ്ട്. ഇവിടെ പുറത്തോട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ റീജിയണൽ എത്നിക് ക്യാരക്ടർ ഇല്ലാതെ വന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഏതാന്ന് ചോദിച്ചാൽ AAP ആണ്. ആം ആദ്മി പാർട്ടി ഇൻ ഡൽഹിയാണ് ഇവിടെ ഉത്തരം വരുന്നത്. ഓക്കെ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഈസ് ലൊക്കേറ്റഡ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എളുപ്പമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഇവിടെ ദ ഹേഗ് ആണ് ഇവിടെ ഉത്തരം വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അങ്ങനെയാണെങ്കിൽ. ഓക്കെ, South Asian University jointly established by 8 SAARC members JTCS Act. ഓക്കെ, നമ്മളിപ്പം CUET പ്രിപ്പറേഷൻ നോക്കുന്ന സമയത്ത് നമ്മൾ യൂണിവേഴ്സിറ്റി ഒക്കെ നോക്കുന്ന സമയത്ത് സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി നോക്കുന്നവരുണ്ടാവും. സോ അങ്ങനെ നോക്കുന്നവർക്കാണ് ഭയങ്കര എളുപ്പമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് മാച്ച് ദ ഫോളോയിങ്. മാച്ച് ലിസ്റ്റ് 1 and 2 ആണ്. നമുക്ക് നോക്കാം. ജൂറിസ്ഡിക്ഷണൽ റിട്സ് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. സോ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് നോക്കാം. എന്തായാലും ഹേബിയസ് കോർപ്പസ് ക്യാൻ ബി മാച്ച്ഡ് വിത്ത് ടു ഹാവ് എ ബോഡി. ഓക്കെ, മണ്ടാമസ് കമാൻഡ്. ഓക്കെ, സെർട്ടിയോറി കോസ് ദ ഓർഡർ ഓർ ഡിസിഷൻ ഓഫ് ട്രിബ്യൂണൽ. ഓക്കെ, ക്വാ വാറന്റോ എൻക്വയറിംഗ് ഇൻ ടു ലീഗാലിറ്റി ഓഫ് ദ ക്ലെയിം ടു എ പബ്ലിക് ഓഫീസ്. സോ അങ്ങനെ വരികയാണെങ്കിൽ A3, B2, C4. സോ ഓപ്ഷൻ 3 ആണ് ഇവിടെ ആൻസർ വരുന്നത്. നമുക്ക് ഓപ്ഷൻ 3 ആണ് ഇവിടെ ആൻസർ പറയാൻ പോകുന്നത്. അടുത്ത ചോദ്യം, അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ബൈ രവീന്ദ്രനാഥ ടാഗോർ ഓൺ ഇന്ത്യൻ നാഷണലിസം. നോക്കാം നമുക്ക്. പൊളിറ്റിക്സ് ഇൻ ദ വെസ്റ്റ് ഹാവ് ഡോമിനേറ്റഡ് വെസ്റ്റേൺ ഐഡിയൽസ് ആൻഡ് വി ഇൻ ഇന്ത്യ ആർ ട്രൈങ് ടു ഇനീഷ്യേറ്റ്. ഓക്കെ, our initial problem in India is not political, it is social. Each nation must be conscious of its mission. Okay, from the very beginning India has a problem of race. So ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഓപ്ഷൻസിൽ ഒരു ഓപ്ഷൻ 3 ഈച്ച് നാഷൻ മസ്റ്റ് ബി കോൺഷ്യസ് ഓഫ് ഇറ്റ്സ് മിഷൻ ഒരു നാഷന്റെ പർപ്പസ് എന്ന രീതിയിൽ തുടങ്ങുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് വരുന്ന സമയത്ത് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഏറ്റവും അനുയോജ്യമായി നമുക്ക് തോന്നുന്നത് ഫ്രം ദ വെരി ബിഗിനിങ് ഇന്ത്യ ഹാസ് എ പ്രോബ്ലം ഓഫ് സ്റ്റേറ്റ്. അപ്പൊ അതിനുശേഷം ഇന്ത്യനെ കുറിച്ച് പറയുന്നു. CD. ദെൻ ഓപ്ഷൻ A, പൊളിറ്റിക്സ് ഇൻ ദ വെസ്റ്റ് ഹാവ് ഡോമിനേറ്റഡ് വെസ്റ്റേൺ ഐഡിയാസ് ആൻഡ് വി ഇൻ ഇന്ത്യ ആർ ട്രൈങ് ടു ഇനീഷ്യേറ്റീവ്. സോ അതിനുശേഷം വെസ്റ്റിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്നു. CDA. ഓപ്ഷൻ B അടുത്തത്, അവർ റിയൽ പ്രോബ്ലം ഇൻ ഇന്ത്യ ഇസ് നോട്ട് പൊളിറ്റിക്കൽ, ഇറ്റ് ഈസ് സോഷ്യൽ. ഒരു കൺക്ലൂഷൻ പോലെ. CDAB ഇവിടെ ഓപ്ഷൻസിൽ വരുന്നില്ല. അപ്പം ഇതും നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. കാരണം പലപ്പോഴും സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയാനും പറ്റും. സോ ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് വരുന്നത് എപ്പോഴും നമുക്കൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണ് ഈ ചോദ്യവും. ഓക്കെ, അടുത്ത ചോദ്യം. ഗിവൺ ബിലോ
is Karl Marx formulation of base and superstructure in a jumbled order. Okay. കാൾ മാർക്സിന്റെ ബേസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് തന്നിരിക്കുകയാണ്. സോ നമുക്ക് നോക്കാം. The relations are relations of production which correspond to a definite stage of development of the material productive forces. Okay, the relations are indispensable and independent of the will. The sum total of these relations of production constitute the economic structure of society, the real foundation of a given society. Option D. In social production of life, men enter into definite relation. സോ നമുക്ക് മാർക്സിസം എപ്പോഴും നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും സോഷ്യൽ പ്രൊഡക്ഷനെ കുറിച്ച് പറഞ്ഞാൽ അവിടെ നിന്നാണ് ഈ ഒരു പാരഗ്രാഫ് തുടങ്ങുന്നത്. സോ ഡി ആണ് ആദ്യം വരുന്നത്. അതിനുശേഷം റിലേഷൻഷിപ്പ് പ്രൊഡക്ഷനെ കുറിച്ച് പറയുന്നു, ഡി എ. പിന്നെ അതിനുശേഷം സം ടോട്ടൽ ഓഫ് ദീസ് റിലേഷൻ ഓഫ് പ്രൊഡക്ഷൻസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക് സ്ട്രക്ചറിനെ കുറിച്ചും അതിന്റെ ഫൗണ്ടേഷനെ കുറിച്ച് പറയുന്നു, ഡി സി എ. സോറി ഡി എ സി ബി ആണ് നമുക്കവിടെ ഉത്തരം വരുന്നത്. സോ ഓപ്ഷൻ 1 ആണ് നമുക്കിവിടെ ആൻസർ പറയാൻ പറ്റുന്നത്. ഓക്കെ, അഗൈൻ മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് നമുക്ക് നോക്കാം. ലിസ്റ്റ് 1 and 2. സോ കുറച്ച് സ്പീച്ചസും ബുക്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിന്റെ തുടർന്നുള്ള ഐഡിയാസ് ആണ്. സോ നോക്കാം. വിൽസൺസ് 14 പോയിന്റ് സ്പീച്ച്. വിൽസൺസ് 14 പോയിന്റ് സ്പീച്ച് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കാര്യം ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫേലിയസിൽ നാഷണൽ ഫോർമേഷൻ സമയത്ത് ഉള്ളതാണ്. സോ നമുക്ക് ഓപ്ഷനിൽ ഇവിടെ നോക്കുന്ന സമയത്ത് ട്രയംഫ് ഓഫ് റെവല്യൂഷൻ. സോ ഓക്കെ, എ ജനറൽ അസോസിയേഷൻ ഓഫ് നാഷൻസ് മസ്റ്റ് ബി ഫോംഡ്. നാഷൻസ് ഫോം ചെയ്യണം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫേലിയ അല്ലെ, അവിടെ നിന്നാണ് എല്ലാത്തിനും തുടക്കം വരുന്നത്. സോ A3 ആയിട്ട് നമുക്ക് മാച്ച് ആക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ബി നോക്കാം. ഫ്രാൻസിസ് ഫുക്കുമന്റെ എൻഡ് ഓഫ് ഹിസ്റ്ററി ആണ് ലിബറലിസത്തിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നത്. സോ അതിന്റെ ട്രയംഫിനെ കുറിച്ചും പറയുന്നത്. സോ ഓപ്ഷൻ 1 ആണ് നമുക്കിവിടെ ബി ആയിട്ട് കണക്കാക്കാൻ പറ്റുന്നത്. നേരെ മറിച്ച് ഡേവിഡ് ഹെൽസിന്റെ കോസ്മോപൊളിറ്റിക്കൽ മോഡൽ ഓഫ് ഡെമോക്രസി, ക്രിയേഷൻ ഓഫ് റീജിയണൽ പാർലമെന്റ്സിന്റെ ഐഡിയാസ് ആണ്. സോ അല്ലെ അവിടേക്കാണ് നമുക്ക് മാച്ച് ആക്കാൻ പറ്റുന്നത്. ഓക്കെ, ജി ജോൺസ് ഇക്കിഹെറിസ് ക്രൈസിസ് ഓഫ് ലിബറൽ ഓർഡർ, ഡിഗ്രഡേഷൻ ഓഫ് സോവറിറ്റി നോംസ് ആണ്. സോ ഓപ്ഷൻ 3 ആണ് നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, മാച്ച് പിന്നെയും മാച്ച് ഫോളോയിങ് തന്നെയാണ്. ഇവിടെ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. DPSP ആണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ആണ് തന്നിരിക്കുന്നത്. അതിനനുസരിച്ച് ആർട്ടിക്കിൾസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇത് ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണെന്ന് നമുക്ക് നോക്കിയാൽ കാര്യം എളുപ്പമാവും. നമുക്ക് നോക്കാം എന്തായാലും. ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് ആർട്ടിക്കിൾ 14ലാണ് ആർട്ടിക്കിൾ 14ലാണ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. നേരെ മറിച്ച് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് ആർട്ടിക്കിൾ 43A ആണ്. പ്രൊട്ടക്ഷൻ ഓഫ് മോണ്യുമെന്റ്സ് ആർട്ടിക്കിൾ 49ലാണ് പറഞ്ഞിരിക്കുന്നത്. സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്, ആർട്ടിക്കിൾ 15 ആണ് ഇവിടെ. സോ ഓപ്ഷൻ 1 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ആൻ എക്സാമ്പിൾ ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി ഈസ്, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോഷ്യൽ കമ്മ്യൂണിസ്റ്റ് സ്റ്റൈൽ അല്ല, എക്കണോമിക് അമേരിക്കൻ സ്റ്റൈൽ ടൈപ്പ്. നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് തോന്നാം, പക്ഷെ അതുമല്ല. ഇവിടെ ഏറ്റവും അനുയോജ്യമായ ഉത്തരം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഡയറക്റ്റ് ഡെമോക്രസി ഏറ്റവും ഒരു എക്സാമ്പിളായി പറയാൻ പറ്റുന്ന അഥേനിയൻ ടൈപ്പ് തന്നെയാണ്. സോ ഓപ്ഷൻ 3 ആണ് ഇവിടെ ആൻസർ ആയി വരുന്നത്. നോക്കാം അടുത്തത്. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. One is labeled as assertion and the other is labeled as reason. So നോക്കാം. റോബർട്ട് നോസിക് illustrated negative liberty in his writing. ഓക്കെ, ശരിയാണ്. അദ്ദേഹത്തിന്റെ റൈറ്റിംഗിൽ നെഗറ്റീവ് ലിബർട്ടിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. റീസൺ 2, according to Robert Nozick, the primary threat to liberty is the imposition of obligation to which one has not consented. ഓക്കെ, അതും ശരി തന്നെയാണ്. ലിബർട്ടീന്റെ പ്രൈമറി ത്രെറ്റ് എന്ന് പറഞ്ഞാൽ
കൺസെന്റ് കൊടുക്കാതെ ഒരു ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ the primary threat to liberty is the imposition of obligation to which one has not consented. സോ അതും ശരിയായ ഒരു തന്നെയാണ്. പക്ഷേ അസേർഷന്റെ അല്ലെങ്കിൽ എന്റെ റീസൺ ആയിട്ട് നമുക്ക് 6 കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്കൊരു കൺഫ്യൂസിങ് ആണ്. അതൊരിക്കലും അങ്ങനെയല്ല. ഒരിക്കലും അതല്ല. സോ ഓപ്ഷൻ 2 ആണ് ഇവിടെ ആൻസർ ആയി വരുന്നത്. ഓക്കെ, പിന്നെയും മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് കുറെ ഉണ്ട് നമുക്ക്. ഇവിടെ ഇലക്ടോറൽ സിസ്റ്റവും അതിന് എക്സാമ്പിൾസ് ആയിട്ടുള്ള കൺട്രീസുമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. സിംഗിൾ മെമ്പർ പ്ലൂറാലിറ്റി ഇവിടെ അയർലൻഡ് എന്നിട്ടുണ്ട്, ജർമ്മനി, സൗത്ത് ആഫ്രിക്ക, കാനഡ. സിംഗിൾ മെമ്പർ പ്ലൂറാലിറ്റിയിൽ ഏറ്റവും അനുയോജ്യമായിട്ട് നമുക്ക് സൗത്ത് ആഫ്രിക്കയാണ്. നമുക്ക് അടുത്ത് നോക്കാം. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് വരുന്ന സമയത്ത് മാൾട്ടയും അയർലാൻഡുമാണ് അതിന് വ്യക്തമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, അടുത്തത് മിക്സഡ് മെമ്പർ പ്രൊപ്പോർഷണൽ. അവിടെയാണ് നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത്. മിക്സഡ് മെമ്പർ പ്രൊപ്പോർഷണൽ നമുക്ക് ജർമ്മനിയും കാനഡയും നമുക്കൊരു കൺഫ്യൂസിങ് തോന്നാം. പക്ഷേ ഇവിടെ നോക്കുന്നത് ജർമ്മനിയാണ് കുറച്ചും കൂടി അനുയോജ്യമായിട്ടുള്ള. ഇനി ലിസ്റ്റ് സിസ്റ്റം വരുന്ന സമയത്ത് ലിസ്റ്റ് സിസ്റ്റത്തിന് ഇവിടെ ഉത്തരം നമുക്ക് കാനഡ ആയിട്ട് കണക്ട് ആക്കാൻ പറ്റുന്നതാണ്. കാനഡയാണ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ ഓപ്ഷൻ 1 ആണ് നമുക്കിവിടെ ആൻസർ ആയി വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. Given below are two statements. One is labeled as assertion and the other is labeled as reason. Assertion A. Judicial review is a process to restrain executive or the legislature from exercising power which may not be sanctioned by the constitution. ശരിയാണ്. അസേഷൻ എ എന്തായാലും ശരിയാണ്. നമുക്ക് അടുത്ത നോക്കാം. റീസൺ ആർ. സോഴ്സ് ഓഫ് പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ഇൻ ഇന്ത്യ ഈസ് ആർട്ടിക്കിൾ 12 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് തെറ്റാണ്. ആർട്ടിക്കിൾ 12 അല്ല, ആർട്ടിക്കിൾ 13 ആണ് ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. സോ അസേഷൻ എ ഈസ് റൈറ്റ് ആൻഡ് അസേഷൻ ആർ ഈസ് റോങ്. സോ ട്രൂ ആൻഡ് ഫാൾസ്. സോ ഓപ്ഷൻ 3 ആണ് നമുക്ക് ഇവിടെ ഉത്തരം വരുന്നത്. Okay, 98. The book ordered by John Rawls on justice in international relations. സോ ജോൺ റോൾസിന്റെ തിയറി ഓഫ് ജസ്റ്റിസ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ്. നമുക്ക് അധികം സമയം കളയേണ്ട ആവശ്യമില്ല. ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. വെൻ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അഡ്രസ്സസ് എ ജോയിന്റ് സെഷൻ ഓഫ് ദ പാർലമെന്റ്, ഹൂ പ്രിസൈഡ്സ് ഓഫ് ദ സെഷൻ? സോ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പാർലമെന്റ് ജോയിന്റ് സെഷൻ അഡ്രസ് ചെയ്യുന്ന സമയത്ത് ആരാ പ്രിസൈഡ് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ സ്പീക്കറാണ്. ലോക്സഭയിൽ സ്പീക്കറാണ് ഈ ജോയിന്റ് സെഷൻ പ്രിസൈഡ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ 1 ആണ് ഇവിടെ ഉത്തരം വരുന്നത്. The steep decline in population due to under investment in healthcare and education known as democratic disaster refers to. So ഹെൽത്ത് കെയറിലും എഡ്യൂക്കേഷനും ഉള്ള ഇൻവെസ്റ്റ്മെന്റ് കുറയുന്ന കാരണം ഒരു ഡെമോക്രാറ്റിക് ഡിസാസ്റ്ററിലേക്ക് ലീഡ് ചെയ്യുന്നു. സോ അതിനുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഉദാഹരണം നോക്കിയപ്പോൾ നോർവേ, സെൻട്രൽ ഏഷ്യൻ സ്റ്റേറ്റ്സ്, ജർമ്മനി, റഷ്യ. നമുക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ സെൻട്രൽ ഏഷ്യൻ സ്റ്റേറ്റ്സ് ആണ് ഡെമോക്രാറ്റിക് ഡിസാസ്റ്റർ എന്നതിൽ ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള നമുക്കൊരു ഉത്തരം പറയാൻ പറ്റുന്നത്. സോ നമ്മളിപ്പം CUET പൊളിറ്റിക്കൽ സയൻസ് 2023 ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കേട്ട എല്ലാവർക്കും താങ്ക് യു. ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ക്ലാസ്.